കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും. പച്ചക്കള്ളം വാർത്തയായി പ്രചരിപ്പിക്കുകയും കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്താൽ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു അതിരില്ലേ? ആ പ്രചാരണമാണ് ജോസ് കെ മാണി ഇന്ന് പൊളിച്ചത്. സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്നുവരെ എഴുതി പിടിപ്പിച്ചു കളഞ്ഞു. അതെല്ലാം ജോസ് കെ മാണി നിഷേധിച്ചതോടെ ആ വാർത്തയുടെ സോഴ്സ് ഏതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായി. ജോസ് കെ മാണി കണക്കു തീർത്ത് മറുപടി പറഞ്ഞപ്പോൾ വ്യക്തമായി അത് ബോധ്യപ്പെട്ടു. മാധ്യമ വാർത്തകൾ അഭ്യൂഹങ്ങളാണെന്ന് കെ സി വേണുഗോപാലിന് പറയേണ്ടി വന്നു. കേരള കോൺഗ്രസ് എം UDFിലേക്കെന്ന മാധ്യമ പ്രചാരണം പ്രോത്സാഹിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നണി വിപുലീകരണം എന്ന വിസ്മയം വെച്ചു കിട്ടേണ്ടി വന്നു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, തന്നെ ഓർത്ത് ആരും കരയേണ്ടതില്ല. UDFുമായി ചർച്ച നടന്നുവെന്നത് അഭ്യൂഹം മാത്രമാണ്. എപ്പോൾ ചർച്ച നടന്നുവെന്ന് എഴുതി പിടിപ്പിച്ചവർ തന്നെ പറയണം. LDFിൻ്റെ മധ്യമേഖല ജാഥ ക്യാപ്റ്റൻ താൻ തന്നെയാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. പൊടുന്നനവേ രൂപപ്പെട്ട വിവാദത്തിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയിൽ സംശയങ്ങളുണ്ടാക്കുക, നേതാക്കളിൽ ഭിന്നത സൃഷ്ടിക്കുക. കനകോലു ഓപ്പറേഷൻ പക്ഷേ പാളി. കേരള കോൺഗ്രസ് എം LDFിനൊപ്പം തന്നെയാണെന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാതെ പറഞ്ഞു വെച്ചതോടെ കോൺഗ്രസ് നേതാക്കളുടെ വിസ്മയം ജോസ് കെ മാണി മുളയിലെ നുള്ളി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, കേരള കോൺഗ്രസ് എം നേതാവ്; നിജേഷ് അരവിന്ദ്, കോൺഗ്രസ്; എബ്രഹാം മാത്യു, മാധ്യമപ്രവർത്തകൻ; TJ ശ്രീലാൽ, മാധ്യമപ്രവർത്തകൻ. ഞാൻ ഈ ചർച്ചയിലേക്ക് പോവുകയാണ്. ശ്രീലാലും നിജേഷ് അരവിന്ദുമാണ് ഈ ചർച്ചയിലുള്ളത്. നിജേഷിലേക്ക് ആദ്യം. നിജേഷ്, മാധ്യമ വാർത്തകൾ അത് UDFിനെ സംബന്ധിച്ച് വലിയ ഒരു വളരെ പോസിറ്റീവായൊരു ഉണർവ് നൽകും വിധത്തിലേക്ക് ആ മാധ്യമ വാർത്തകൾ വന്നു. അതിനെ ആവോളം പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഇന്നാകെ മാറിയല്ലോ. ഒരു സംശയത്തിനും ഇടയില്ലാതെ കേരള കോൺഗ്രസ് എം നിലപാട് ജോസ് കെ മാണി പറഞ്ഞു വെച്ചല്ലോ. നിജേഷ്, കേൾക്കാമോ? കേൾക്കാം. റൈറ്റ്. ജോസ് കെ മാണി ഇന്ന് പറഞ്ഞു വെച്ചത് ഈ നടന്നു വന്ന പ്രചാരണങ്ങളെ എല്ലാം പൂർണ്ണമായും ഖണ്ഡിച്ചുകൊണ്ട് ഒരു പാർട്ടിയുടെ നിലപാട് അത് കൃത്യമായി പറഞ്ഞു. LDFിനൊപ്പം തന്നെയാണ്. ആരും അദ്ദേഹത്തെയോ ആ പാർട്ടിയെ ഓർത്ത് കരയേണ്ട. അതുമായി ബന്ധപ്പെട്ട നിലയിലേക്കുള്ള മാധ്യമ പ്രചാരണങ്ങളും അതിന് അനുകൂലമായ നിലയിലുള്ള പ്രതികരണങ്ങളുമായി കോൺഗ്രസോ UDFോ രംഗത്ത് വരേണ്ടതുമില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നിജേഷ്, റൈറ്റ്. അദ്ദേഹത്തിൻ്റെ കണക്ഷനിൽ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. വരാം താങ്കളിലേക്കും. ശ്രീലാൽ, നോക്കൂ, ഈ വിഷയം മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചു. അത് കോൺഗ്രസ് നേതാക്കൾ സ്വാഭാവികമായും ഏറ്റെടുത്തു. ആ നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രചാരണം ഏറ്റെടുത്തവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലേക്ക് വളരെ കൃത്യമായി ഒരു നിലപാട് പറഞ്ഞ് ആ ചാപ്റ്റർ ജോസ് കെ മാണി ഇന്ന് വളരെ വ്യക്തമായി, കൃത്യമായി, വെടിപ്പായി ക്ലോസ് ചെയ്തു എന്ന് കരുതാമോ? നോക്കൂ, ഇന്ന് ജനുവരി 14, ഒരു മാസം മുമ്പ്, അതായത് ഡിസംബർ 14-ന് 13-ന് ഈ പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നു. 14-ന് ഇറങ്ങിയ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന തലക്കെട്ട് എന്തായിരുന്നു ഓർമ്മിച്ചു നോക്കിൽ മാത്രം മതി ഇന്നിപ്പോൾ ജോസ് കെ മാണി പറഞ്ഞതിൻ്റെ ബാക്കിയാകാൻ. അതായത് അന്ന് ഈ പത്രങ്ങളെല്ലാം എഴുതിയത് 2 ഇലയുടെ തണ്ടുവാടി, അതായത് 2 ഇലയുടെ തണ്ടുവാടി, 2 ഇല കൊഴിഞ്ഞു, 2 ഇല കരിഞ്ഞു തുടങ്ങിയ രീതിയിലായിരുന്നു അന്ന് വന്നത്. അത് അങ്ങനെ നിൽക്കുന്ന 2 ഇല തണ്ടുവാടി കരിഞ്ഞു കൊഴിഞ്ഞ് ഉണങ്ങി തീരാൻ പോകുന്ന കേരള കോൺഗ്രസ് ഇന്നലെ എന്തായി? ഇന്നലെ കേരള കോൺഗ്രസ് അതിശക്തമായ വലിയൊരു ശക്തിയുള്ളൊരു പാർട്ടിയായി തിരിച്ചു വരുന്നു. അവർ UDFിലേക്ക് പോകുന്നു. UDF അതോടെ ശക്തിപ്പെടുന്നു, വിസ്മയം പൊട്ടി വിടരുന്നു എന്നൊക്കെയായിരുന്നല്ലോ വലിയ പ്രചാരണം. അപ്പോൾ ഇത് കേരള കോൺഗ്രസ് തകർന്നടിഞ്ഞ് തീർന്നു പോയ കേരള കോൺഗ്രസ്
ഒരു ദിവസം കൊണ്ട് വലിയ ശക്തിയിലേക്ക് തിരിച്ചു വരുന്നു. ആ ശക്തിയിൽ ഇവിടെ UDF വീണ്ടും മധ്യകേരളത്തിൽ അങ്ങ് തഴച്ചു വളരുന്നു. ഇങ്ങനെയുള്ള പ്രചാരണം, ഈ ഒരു പ്രചാരണത്തിന് ഉള്ള മറുപടിയാണ് ഇന്നിപ്പോൾ കൃത്യമായിട്ട് ജോസ് കെ മാണി നൽകിയത്. ജോസ് കെ മാണി ഇതിനു മുമ്പ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണി സ്വന്തം നിലയ്ക്ക് ഇറങ്ങിയിട്ട് അല്ല ഞങ്ങൾക്ക് വലിയ ക്ഷീണം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ആ ശക്തിയോടെ തന്നെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും അത് മുഖവിലക്കെടുക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു പ്രചാരണം വന്നതോടെ അത് ജോസ് കെ മാണിക്കും LDFനും ഗുണമായി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വിസ്മയവും ഉണ്ടായില്ല. അതിനോടൊപ്പം തന്നെ ഉണ്ടായ വിസ്മയം, ആദ്യത്തെ വിസ്മയം പൊളഞ്ഞത് ഇവിടെയൊന്നുമല്ല. ആദ്യത്തെ വിസ്മയം പൊളഞ്ഞത് ഈ പറയുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരനെ UDFിലേക്ക് കൊണ്ടുവന്നതോടെയാണ് അവിടെയാണ് ആദ്യത്തെ വിസ്മയം പൊളിയുന്നത്. ഇതിപ്പോൾ അങ്ങനെ കൂടെ വന്നു. ഇത് ശരിക്കും ജോസ് കെ മാണിക്ക് ഒരു സ്വന്തം നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കലായി ഈ വിസ്മയ കാഴ്ച എന്ന് പറയുന്നതാണ്. അതാണ് ശരി. അത് ജോസ് കെ മാണി ഇന്ന് നല്ല ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത തന്നെ പറഞ്ഞു, ഇല്ല വിസ്മയങ്ങളൊന്നും ഉണ്ടാകില്ല, തൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വെച്ചുള്ള വിസ്മയങ്ങളൊന്നും പൂക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇനി അടുത്ത വിസ്മയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ ബാക്കി മറ്റതെല്ലാം പറഞ്ഞതെല്ലാം കരിഞ്ഞുപോയ ഒരു വിസ്മയമായി മാറിയിരിക്കുന്നു. അതാണ് ഇന്ന് സംഭവിച്ചത്. ഈ എടുത്തുചാട്ടം, അതായത് വളരെ നല്ല ഈ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു വിജയം നേടി എന്നുള്ളത് സത്യമാണ് UDF. ആ വിജയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളിലൂടെ കൂടുതൽ വലിയ തോതിൽ ഞങ്ങളിതാ വലിയ ശക്തിയായി വരുന്നു എന്നുള്ളത് ഒരു പ്രചാരണം, ഒരു നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിടത്താണ് പാളിപ്പോയതെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. റൈറ്റ്. ഞാൻ ഇപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കേരള കോൺഗ്രസ് നേതാവ് പൂഞ്ഞാർ MLA നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ ചർച്ചകളായിരുന്നു മാധ്യമങ്ങൾ നടത്തി വന്നത്. അതേ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ നിങ്ങളെല്ലാവരും കൂടി അപ്പുറത്തേക്ക് പോകാൻ പോകുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കകത്ത് വലിയ ഭിന്നതയാണ്. അതിൽ താങ്കളും മറ്റൊരു MLAയും ഇങ്ങനെ UDFിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന ആൾക്കാരായി കണ്ടു. മറ്റ് MLAമാർക്ക് LDFിൽ തന്നെ തുടരണം. ഇങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കവടിനിരത്തലായിരുന്നു. ഇന്നിപ്പോൾ ചെയർമാൻ വ്യക്തത വരുത്തിയതോടെ എന്താണ് പറയാനുള്ളത്? ഈ ചർച്ചകളും ഈ അന്തരീക്ഷത്തിൽ പറന്നു നടന്ന ഊഹാപോഹങ്ങളും പ്രചാരണങ്ങളുമൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ വ്യക്തമാക്കാനുള്ളത്. ഇന്ന് പാർട്ടി ചെയർമാൻ അക്കാര്യം വളരെ കൃത്യമായി മീഡിയയോട് പറഞ്ഞിട്ടുണ്ട്. അതിലുപരി ഇന്ന് കോൺഗ്രസിൻ്റെ AICC സെക്രട്ടറി KC വേണുഗോപാലും അത് തന്നെ പറയുകയുണ്ടായി, ഏതെങ്കിലും ചർച്ച നടന്നിട്ടില്ല എന്ന്. അല്ലെങ്കിൽ അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ, ആരുമായി നടന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് വേണ്ടേ റിപ്പോർട്ട് ചെയ്യാൻ. ഞങ്ങളുടെ ഒരു ഫോറത്തിലും ഈ പ്രകാരം ഒരു ചർച്ച നടന്നിട്ടില്ല, അങ്ങനത്തെ തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളെ ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനം ചില ആളുകളിലൂടെ പുറത്തു വരികയും അത് ചില മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അത് LDFനെ ദുർബലപ്പെടുത്താനും ഒക്കെയുള്ള ഗൂഢോദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങളൊരു നിലയിലും ഉത്തരവാദിയല്ല. ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം, അതായത് ഈ 12-ാം തീയതി നടന്ന 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര ഗവൺമെൻറ് നമ്മോട് കാണിക്കുന്ന കടുത്ത സാമ്പത്തിക വിവേചനത്തിനെതിരെ നടത്തിയ സമരത്തിലും ഞങ്ങളെല്ലാവരും മുഴുവൻ സമയവും പങ്കെടുത്തതാണ്. അതുപോലെ തന്നെ എല്ലാ ഘട്ടത്തിലും പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട് LDFനോടൊപ്പമാണെന്ന്. ഞങ്ങൾ ആരെങ്കിലും അതിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു നടപടി, ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഒരു കുറഞ്ഞപക്ഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും ഒരു കൂടിക്കാഴ്ച, ഇതൊന്നുമില്ലാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചർച്ചയുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിനെ വിരോധാഭാസം എന്നല്ലാതെ എങ്ങനെയാണ് കാണാൻ കഴിയുക? അതുപോലെ തന്നെ അത് UDFനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു സൃഷ്ടി, അല്ലെങ്കിൽ UDFന് വേണ്ടി നടത്തുന്ന ഒരു പ്രചാരവേലയുടെ ഭാഗമായിട്ട് ഉള്ളത് എന്ന് മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം ഇതിനിടയ്ക്ക് ഭിന്നത എന്നുള്ള നിലയിലും നമ്മൾ UDFിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള നിലയിലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് എവിടെയെങ്കിലും എടുത്തതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും? എന്തിന്? ഞങ്ങളാരെങ്കിലും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും
അങ്ങനെ ആരോടെങ്കിലും പങ്കുവെച്ചതായി ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ വെളിപ്പെടുത്താനോ കഴിയുമോ? ഇതൊന്നുമില്ലാതെ വെറുതെ കേവലം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അതിനുവേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ടാവും. അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള നിലയിൽ ഒരു ചിത്രീകരണം നടന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഇപ്പം എൻ്റെ സ്വന്തം കാര്യത്തിലാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാവും. കഴിഞ്ഞ ഡിസംബർ 20 ഇങ്ങനെ ഊഹാപോഹങ്ങൾ ചില യൂട്യൂബ് ചാനലിലൊക്കെ അന്ന് ഇങ്ങനെ വന്നു. ഞാൻ അന്ന് തന്നെ ഡിസംബർ 20 ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, വ്യാജ പ്രചരണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ വെച്ചാൽ ഇന്നത് ഞാൻ വീണ്ടും റീപോസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ LDF-നൊപ്പമാണ് എന്ന് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. അതൊരു ഫാക്റ്റാണല്ലോ. നമ്മൾ LDF-നൊപ്പമാണല്ലോ, LDF ആണല്ലോ നമ്മളെ MLA ആക്കിയത്, LDF-ന് വേണ്ടിയാണല്ലോ നിലപാടെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും നിയമസഭയിൽ പ്രസംഗിക്കുന്നത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം. അപ്പോൾ അത് തികച്ചും ഒരു ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്നുള്ളതാണ് എനിക്കതേക്കുറിച്ച് വളരെ കൃത്യമായും സത്യസന്ധമായും ആധികാരികമായും സൂചിപ്പിക്കാനുള്ളത്. അല്ലെങ്കിൽ മറിച്ച് എനിക്ക് MLA പറയുന്നത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. കാരണം ഡിസംബർ 28 ഇപ്പോൾ ഈ ചർച്ചയിലിരിക്കുന്ന ഞങ്ങളാരെങ്കിലും അത് കണ്ടിട്ടുണ്ട്. ഞങ്ങളാരും ആ നിലയിൽ വാർത്ത കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ വാർത്ത കൊടുത്ത ആളുകൾ സ്വാഭാവികമായും ഈ ഇതിൽ പറയുകയാണ്, ഇപ്പോൾ MLA UDF-ലേക്ക് പോകണമെന്ന് പാർട്ടിക്കകത്ത് പറയുന്ന ആളാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായും സമീപകാലത്ത് താങ്കൾ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഡിസംബർ അവസാന വാരത്തിൽ താങ്കൾ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അത് അവഗണിച്ചുകൊണ്ട് താങ്കളെ അങ്ങനെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണോ? എൻ്റെ ഫേസ്ബുക്ക് പേജ് കിടപ്പുണ്ട്. അതെ, പക്ഷേ ഇന്നലെയും ഒക്കെ തന്നെ പത്രങ്ങൾ, ഇന്നലെയും ഇന്നും ഒക്കെ പത്രങ്ങളിലൊക്കെ അതുണ്ട്, ചാനൽ വാർത്തകളിൽ വന്നിട്ടുണ്ട് ഒക്കെ അങ്ങനെ ഒരു പ്രചാരണം. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായൺ ഇവരെല്ലാം വ്യത്യസ്തമായ നിലപാട്, LDF-ൽ തന്നെ വേണം, താങ്കൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. പക്ഷെ താങ്കൾ തന്നെ പറയുന്നത് ഡിസംബർ 28 ഇതിനെതിരായ ഒരു പോസ്റ്റ് ഇട്ടു. 20 ഡിസംബർ 20 പോസ്റ്റ് എൻ്റെ പേജ് സെർച്ച് ചെയ്ത് നോക്കുക. ആർക്ക് വേണമെങ്കിലും, അത് യൂണിവേഴ്സൽ ആണല്ലോ, വെരിഫൈഡ് പേജാണ്, ആർക്ക് വേണമെങ്കിലും നോക്കാമല്ലോ. അപ്പൊ ഈ വാർത്ത എഴുതിയവരും ഇങ്ങനെ അതിലുപരി 12-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗത്തിൽ മുഴുവൻ ഞാനപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. ഒന്ന്, ഈ കാലത്ത് അങ്ങനെ പറ്റും, താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ താങ്കളുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ എങ്ങനെ നിങ്ങൾ നിലപാട് പറയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ വിളിച്ചു ചോദിക്കും ഇതുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെ ഒരു ക്രോസ് ചെക്കിങ്ങും ചെയ്യാതെയാണോ താങ്കളുടെ പേരിൽ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് UDF-ലേക്ക് പോകാൻ എന്ന നിലയിൽ താങ്കളെ ബ്രാൻഡ് ചെയ്തത്? ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാത്ത തരത്തിൽ ഒരു മറ്റേ മാധ്യമപ്രവർത്തകർ ചെയ്യും. അതിലുപരി ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. ഒരു 4 ദിവസം മുമ്പ് LDF-ന്റെ ജയിച്ച ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണത്തിന്റെ പൊതുയോഗം നടന്നു ഈരാറ്റുപേട്ടയിൽ. ആ പൊതുയോഗത്തിലും ഞാൻ ഉദ്ഘാടനം ചെയ്തത് LDF-ന്റെ രാഷ്ട്രീയം വളരെ വിശദമായി ഞാൻ അവിടെ പ്രതിപാദിച്ച ആളാണ്. അതുപോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന SIR നടക്കുകയാണല്ലോ, അതുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ യോഗം, LDF-ന്റെ എല്ലാ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും യോഗം ഓരോ പഞ്ചായത്തിലും വിളിച്ചു ചേർത്ത് അവരോട് LDF-ന് അനുകൂലമായി വോട്ട് ചേർക്കുന്നതിനെ കുറിച്ച് പ്രസംഗിച്ച ആളാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം. അപ്പം അങ്ങനെയാണെങ്കിൽ മറ്റൊരു നയമാണെന്നുണ്ടെങ്കിൽ LDF-ന് കിട്ടുന്ന വോട്ട് ചേർക്കണമെന്ന് പറഞ്ഞ് BLA-മാരെ വിളിച്ചു ചേർത്ത് പറയുകയാണ് ചെയ്യേണ്ടത്. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച വന്നത് എന്നാണ് മനസ്സിലാവാത്തത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിശ്ചയമായും ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു തെളിവ് ഇന്ന ഫോറത്തിൽ. അതെ, അതാണ് ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ നല്ല ഉത്തരവാദിത്വം പാലിക്കേണ്ടതാണ്. അത് വ്യക്തികൾ എന്ന നിലയിൽ താങ്കളെ ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതിനകത്തൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ താങ്കൾ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു, താങ്കളുടെ പാർട്ടി ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. ആ മുന്നണിക്കകത്ത് തന്നെ താങ്കളൊരു MLA കൂടിയാണ്. ആ പ്രദേശത്തെ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിൽ പോലും സംശയങ്ങൾ ഉണ്ടാക്കാം, ആ ബന്ധത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്താം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം വാർത്തകളിലൂടെ മാത്രമല്ല, മറുഭാഗത്ത് നോക്കിയാൽ കോൺഗ്രസ് നേതാക്കൾ അതിനെ ഒരു കാര്യം പറഞ്ഞു. അല്ല, ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. 3 ദിവസം മുമ്പ് മലയാള മനോരമ പത്രത്തില് ഒരു ലോക്കൽ എഡിഷനിൽ UDF-ന്റെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞ് വലിയ 4 കോളം വാർത്ത വന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ MLA ഫണ്ട് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പുതുതായിട്ട് വന്ന ആൾ കോൺഗ്രസിൻ്റെ ആൾ. പക്ഷെ ഞാനത് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതല്ലാതെ അവിടെ പ്രാദേശികമായി നമ്മുടെ പ്രവർത്തകരാണ് ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിച്ചത്. ഏതോ കാരണവശാൽ അവർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചില്ല, അല്ലെങ്കിൽ അവർ അതിനൊക്കെ തോന്നിക്കാണുകയില്ല. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ്, പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് എനിക്കെതിരെ UDF യോഗം കൂടി പ്രമേയം പാസ്സാക്കി മുണ്ടക്കയത്ത്.
വെള്ളനാടി വള്ളക്കടവ് പാലത്തിൻ്റെ 3 ദിവസം മുമ്പത്തെ മലയാള മനോരമയിൽ ലോക്കൽ പേജിൽ 4 കോളം വാർത്തയാണ്. ഉദ്ഘാടനത്തിൻ്റെ വാർത്ത 1 കോളാണ് വന്നത്, കഷ്ടിച്ച് 4 കോളം വാർത്ത വന്നു. കോൺഗ്രസ് UDF എനിക്കെതിരെ പ്രതിഷേധിച്ച് MLA അവഗണിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല, പ്രതിഷേധിക്കുന്നു. അപ്പോൾ യാഥാർത്ഥ്യങ്ങളൊന്നും കാണാതെ ഈ നാടൻ ഭാഷ പറഞ്ഞ ആടിനെ പട്ടിയാക്കുന്ന പ്രചരണമാണ് നടക്കുന്നത്. അതാണ് ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളും അതിനു കൂടിയ യോഗങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം കൊടുത്ത യോഗ ഉദ്ഘാടനം ചെയ്തതും UDF എനിക്കെതിരെ പ്രതിഷേധിക്കുന്ന പത്രവാർത്തയും എൻ്റെ തന്നെ സ്വന്തം ഫേസ്ബുക്ക് പേജും ഇതെല്ലാം നിൽക്കുമ്പോഴാണ് ഈ വ്യാജ പ്രചരണങ്ങൾ ഈ നിലയിൽ അടിച്ചു വിടുകയാണ്. ഇപ്പൊ ഏതായാലും ഞാനിപ്പോ എന്റെ കൂടെ ശ്രീ എബ്രഹാം മാത്യു ഇരിപ്പുണ്ട്, അപ്പുറത്ത് TJ ശ്രീലാലുണ്ട്, ഇപ്പോൾ കോഴിക്കോട്ടിരിക്കുന്ന നിജേഷും ഒക്കെ ഈ പത്രവാർത്തയൊക്കെ വായിച്ചിട്ട് താങ്കൾ ആ പാർട്ടിക്കകത്ത് UDFിലേക്ക് വരാൻ വല്ലാതെ കൊതിച്ചു നിൽക്കുന്ന ഒരാളെ പോലെ ആയിരിക്കും ഈ പത്രം വായിച്ച മനുഷ്യരൊക്കെ വിചാരിച്ചിട്ടുണ്ടാകുക. ഇപ്പൊ താങ്കൾ ഈ സത്യം പറയുമ്പോഴാണ് ആളുകൾ ഇതറിയുന്നത്. വല്ലാത്ത ലോകം തന്നെ. അല്ല, വല്ലാത്ത ലോകം തന്നെ. അത് ആരോ ഒരു പടച്ചുവിട്ട ഒരു കഥയാണ്. ആ കഥ അങ്ങ് അതായത് ഒരു ചൊല്ലുണ്ടല്ലോ, സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി സഞ്ചരിച്ചിരിക്കുമെന്ന്. അതിലുപരി ഇവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, ഒരു LDF വിരുദ്ധ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരിതും അതുപോലെ എരിവും പുളിയും ചേർത്ത് കഥകൾ മെനഞ്ഞ് അതിലൂടെ ആളുകളെ, കാഴ്ചക്കാരെയും കേൾവിക്കാരെയും വായനക്കാരെയും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു തെറ്റായ സമീപനം എല്ലാത്തിനുണ്ട്. അതിന് ആരുടെ ചോര വീഴ്ത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല എന്നുള്ള തെറ്റായൊരു സമീപനമുണ്ട്. ഓക്കെ, പക്ഷെ എനിക്ക് ഇക്കാര്യത്തിൽ ആശങ്കയില്ല. എൻ്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് എന്നെക്കുറിച്ച് നന്നായി അറിയാം, എൻ്റെ നിലപാടുകൾ അറിയാം. ശരി, അതാണ് കാര്യത്തിൽ. ഓക്കെ, വരട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ നിജേഷിലേക്ക്. നിജേഷ്, ഏതായാലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് ജോസ് കെ മാണി എന്ന് പറഞ്ഞതോടെ അതേ തുടർന്ന് ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവും MLAയുമായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഈ ചർച്ചയിൽ പറയുന്നത് അടക്കം വെച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും കേരള കോൺഗ്രസ് എമ്മിനെ LDFിലെ ഒരു പാർട്ടിയായി തന്നെ മനസ്സാ കാണുന്നുണ്ടോ? വന്നാൽ ആലോചിക്കാം, ചർച്ച ചെയ്യാം, സ്വാഗതം, ഇഷ്ടം, ഇങ്ങനെ കാത്തുനിൽപ്പ്, ഈ മാധ്യമവാർത്തകളോട് ഇന്നലെ വരെ വല്ലാത്ത സ്നേഹം. ഇന്നിപ്പോൾ മാധ്യമവാർത്തകൾ പൊടുന്നനവേ ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞപ്പോൾ KC വേണുഗോപാൽ അതെല്ലാം അഭ്യൂഹങ്ങളാണ് എന്ന് ഒറ്റയടിക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ വരെ അതിനെയൊക്കെ ആവോളം ഇങ്ങനെ തീയിട്ട് പ്രോത്സാഹിപ്പിച്ച് നല്ല രസകരമായി ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന നിലയിൽ അതിനെ കൊണ്ടുനടന്ന ആളുകളാണ്. ഇന്നായപ്പോൾ ഈ മാധ്യമവാർത്തകളെല്ലാം അത് എഴുതിയവരൊക്കെ ആരായി എന്നുള്ള ഒരു പ്രശ്നം അവർക്കും ഉണ്ടാകും. ഇന്നെല്ലാം അഭ്യൂഹങ്ങളാണെന്ന് KC വേണുഗോപാൽ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഒരു വ്യക്തത വന്നോ? ജോസ് കെ മാണി ഏതായാലും ഇനി പ്രതീക്ഷിക്കേണ്ട LDFിലാണ് എന്നൊരു പൊളിറ്റിക്സ് സെറ്റ് ചെയ്തോ കോൺഗ്രസ്? അല്ല, എനിക്കാണോ ശരത്തിനാണോ വ്യക്തത ഇല്ലാത്തത്? നിങ്ങൾക്കാണ് വ്യക്തത വേണ്ടത്. കക്ഷി നിങ്ങൾക്കാണ് വ്യക്തത. അല്ല, LDFിനകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി LDFിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ട എന്ത് കാര്യമായ ശരത്തുള്ളത്? നിങ്ങളുടെ കാര്യമാണ് ചോദിച്ചത്. അതായത് സോറി നിജേഷ്, നോക്കൂ, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ് മുന്നണി വിപുലീകരണത്തിൻ്റെ ഒരു വലിയ വിസ്മയം ഉണ്ടാകാൻ പോകുന്നത്. കേരളം വിഷ്ണുപുരം ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ അങ്ങും ഇങ്ങും നിൽക്കുന്ന ചില വ്യക്തികളെയോ ആരും അറിയാത്ത ചില സംഘടനകളെയോ ഒന്നും UDFിലേക്ക് എടുക്കുന്നതല്ല. അത് ഒരു വിസ്മയം പോയിട്ട് ഒരു തമാശ പോലുമായിട്ട് ആളുകൾ എടുക്കുന്ന നിലയുള്ളതല്ല. പക്ഷേ മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഏറ്റവും ശക്തമായ മുന്നണിയിൽ നിന്ന് പാർട്ടികൾ വരുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച് ഏറ്റവും അധികം സംസാരിച്ചയാൾ പ്രതിപക്ഷ നേതാവാണ്. അത് ചീറ്റിപ്പോയില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോധ്യം വന്നോന്ന് ഞാൻ ചോദിച്ചത്. LDFിലൊരു കക്ഷി, അവരുടെ നേതാക്കന്മാർ വന്നിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും പരിപാടിക്കകത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു കക്ഷിയെ ക്ഷണിച്ചാൽ നിങ്ങൾക്കത് പറയാം. എനിക്കറിയാം, ഞാനും ശരത്തും തന്നെ ഇതേ ചാനലിൽ നിന്നുകൊണ്ട് പണ്ട് നമ്മുടെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി വന്ന സമയത്തും ഏക സിവിൽ കോഡ് സംബന്ധിച്ച് കോഴിക്കോട് സമ്മേളനം നടന്ന കാലത്തും ഇതേ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതാ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചു, മുസ്ലിം ലീഗ് ഇതാ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നും ഞങ്ങൾ ഇതേ ഭാവത്തിൽ തന്നെയാണ് ശരത്തിയിരുന്നത്. ഇന്ന് UDFിന്റെ പ്രതിപക്ഷ നിങ്ങൾ കൈരളി ചാനലിലെ പഴയ ആർക്കൈവ്സ് എടുത്തു നോക്കുക.
ഒരു ദിവസത്തെ ചർച്ച എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ചർച്ച അറ്റൻഡ് ചെയ്തത് വടകര വെച്ചായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച ഇതായിരുന്നു. ഇതാ മുസ്ലിം ലീഗിനെ ഞങ്ങൾ ഏക സിവിൽ കോഡിന്റെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു, എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് കോൺഗ്രസിന് എന്ത് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് മുന്നണി ഒരു താരതമ്യമില്ലല്ലോ നിജേഷേ. എന്ത് വല്ലാത്ത കഷ്ടമാണ്. അതൊരു പൊതു ഗൗരവമായ ദേശീയ പ്രശ്നത്തിൽ സമരരംഗത്ത് നിൽക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോ നിങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ കിരാത നടപടിക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം യോജിച്ചിട്ടുണ്ട്. മോദി ഭരണകാലത്ത് അങ്ങനെ പ്രതിപക്ഷം യോജിക്കുന്നുണ്ട് സമരരംഗത്ത്. അതും മുന്നണിയിൽ നിന്ന്, ഒരു മുന്നണിയിലെ ഒരു പാർട്ടിയെ നിങ്ങൾ മാധ്യമ വാർത്തകളെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് അതിനനുസരിച്ച് അത്തരമൊരു നറേറ്റീവ് ഉണ്ടാക്കി, അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് നിങ്ങൾക്കുള്ള ചാർജ്. UDF വേണ്ടി നടത്തപ്പെട്ട ചില പ്രചാരവേല, അത് തന്നെയാണ് ആ പാർട്ടി പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് നേരിലുള്ള വിമർശനം. അങ്ങനെ കൊണ്ടുവന്ന് അതിൽ നിന്നൊരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. പക്ഷേ അത് പാളി. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ചോദ്യത്തിന് 10 മിനിറ്റും ഉത്തരത്തിന് അല്ല, പറഞ്ഞത് വഴിതെറ്റിയത് കൊണ്ടാണ്. നിജേഷ് പറഞ്ഞ താരതമ്യം ചേരാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരത്ത് ഈ ചർച്ച നടത്തുന്നത് എന്നെ പറഞ്ഞ് ജയിക്കാനോ എനിക്ക് ജയിക്കാനോ അല്ലല്ലോ. പക്ഷെ വസ്തുതയല്ലാതായാൽ വസ്തുതാവിരുദ്ധമായി ചൂണ്ടിക്കാട്ടണ്ടേ? എന്തിനാണ് ശരത്ത് തോക്കിലേക്ക് കയറി വെടിവെക്കുന്നത്? നിങ്ങൾ ഞാൻ ഇന്ന് വന്നത് വളരെ ഫ്രീ ആയിട്ടാണ്. ഞാൻ കൈരളി ചാനൽ വന്നത് താങ്കളോട് ഏറ്റുമുട്ടാനുള്ള മാനസികാവസ്ഥയിലല്ല. ഈ ചർച്ച കഴിയുന്നത് വരെ ഞാൻ നിങ്ങളോട് ഏറ്റുമുട്ടാൻ തയ്യാറുമല്ല. പക്ഷെ ശരത്ത് ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കണം. ബഹുമാനപ്പെട്ട MLA-യോടോ ശ്രീലാലിനോടോ ഒക്കെ കാണിച്ചതുപോലെ അവരുടെ അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്ക് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതല്ലേ ഒരു ജനാധിപത്യ മര്യാദ. അത് ശരത്ത് ഇന്ന് നിജേഷ്, അതിനാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ച് ആ പ്രശ്നത്തിലേക്ക് വരാൻ പറയുന്നത്. നിങ്ങൾ അതിന് പകരം ഒരു തരത്തിലും താരതമ്യമില്ലാത്തൊരു വിഷയം അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ വ്യത്യാസം മാത്രമേ ഞാൻ ചൂണ്ടിക്കാട്ടുള്ളൂ. ഇത്രയും താങ്കൾ അതിൽ വിശദീകരിക്കാനൊന്നുമില്ല. താങ്കൾ ഈ വിഷയത്തിൽ UDF പ്രചാരവേലയായിരുന്നു, അതിനെ ആ പാർട്ടി പൂർണ്ണമായും നിരാകരിച്ചു, നിഷേധിച്ചു. നിങ്ങളുടെ നീക്കം പാളിയില്ലേ? വീണ്ടും എനിക്ക് ചോദിക്കേണ്ടി വരികയാണ്. ശരത്ത്, പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ യെസ്സോ നോയോ പറയാം. നിങ്ങളുടെ ചോദ്യം ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ അത് വിശദീകരിക്കാൻ ഒരു 4 വരിയെങ്കിലും വിശദീകരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ലേ ഞാൻ? അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ലേ നിങ്ങൾ? ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത അത് സ്വാഭാവികമല്ലേ? ഈ ഒരു വിഷയത്തിൽ എന്തിനാണ് ശരത്തിന് ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF കക്ഷികളെ ചില വിഷയത്തിൽ വന്ന് ക്ഷണിച്ചതുപോലെ ഞങ്ങൾ ഇന്നേ വരെ LDF ഏതെങ്കിലും ഒരു കക്ഷിയെ ഞങ്ങളുടെ പരിപാടിയിലേക്കോ അല്ലെങ്കിൽ മുന്നണി മാറ്റത്തിനോ വേണ്ടി ക്ഷണിച്ചിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവർക്ക് കിട്ടിയ ചില വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിന് ഉത്തരവാദിത്വം ദയവ് ഞങ്ങളുടെ തലയിലേക്ക് വെക്കല്ലേ. ഇനി ശ്രീ VD സതീശൻ പറയുന്ന വിസ്മയം, ആ വിസ്മയം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവായ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രാഷ്ട്രീയ വിഷയത്തിലും VD സതീശൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ വിസ്മയമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് തൃക്കാക്കരയാണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ശരി, ആലത്തൂരാണെങ്കിലും ശരി, നിലമ്പൂരാണെങ്കിലും ശരി, അവസാനം കിടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ശരത്തിന് തന്നെ അറിയാലോ. നിങ്ങളുടെ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിസ്മയം എന്ന് പറഞ്ഞത് മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ടാണ്. ആ മുന്നണി വിപുലീകരണത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച നിലയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയില്ല എന്നൊരു പ്രശ്നം ആണ് നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചത്. ഞാൻ മറ്റുള്ളവരിലേക്ക് പോയ ശേഷം വരാം. ഇവിടെ ശരത്തെ ഇത് തീർച്ചയായിട്ടും നിങ്ങളെ സമയമെടുത്ത് വന്നാൽ മതി. കുറച്ച് ആശ്വാസമായിരിക്കും. ഇന്നൊത്തിരി ക്ഷീണമാണല്ലോ, കുറച്ച് ആശ്വാസമാകും. ഒരു ക്ഷീണമില്ല. അല്ല, ശരത്ത് തന്നെ എല്ലാം കുറച്ച് സമയം മതി എന്നാണോ നിജേഷിന്? എനിക്കധികം സമയം തരണ്ട, നിങ്ങൾ സംസാരിച്ചോളൂ. ശരത്ത് ഇത് കാണുന്ന ആളുകൾക്ക് PJ ജോസഫ് ചിരിക്കുന്നുണ്ടോ? ശരത്തിന്റെ വെപ്രാളവും PJ ജോസഫ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും ഒക്കെ, അല്ല ശരത്ത് കാണിക്കുന്ന വെപ്രാളവും ഒക്കെ മാണി സി കാപ്പനും PJ ജോസഫും ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഉള്ളിൽ കരയുമ്പോൾ ബോധ്യപ്പെടുത്തിക്കോ. കേട്ടോ നിജേഷ്, നിങ്ങൾ ഉള്ളിൽ കരയുമ്പോൾ, VD സതീശൻ ഉള്ളിൽ കരയുമ്പോൾ, മാണി സി കാപ്പനും PJ ജോസഫും ചിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ എന്ന്. ശരി, ഞാൻ ശ്രീ എബ്രഹാം മാത്യു, താങ്കളെ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. വരാം. ഇവർ കൂടി പറയുന്നത് കേൾക്കുന്ന ഒരുപക്ഷെ നിജേഷിന് നല്ലതായിരിക്കും. ഞാൻ ശ്രീ എബ്രഹാം മാത്യു,
ഇതിനകത്ത് ഞാൻ കേൾക്കാൻ തയ്യാറാണല്ലോ വന്നത്. യെസ് ഞാൻ അതിൻ്റെ ഒരു കാര്യവും പറഞ്ഞല്ലോ. ശ്രീ എബ്രഹാം മാത്യു, ഇപ്പം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എപ്പോഴും 100-ൽ പരം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരും എന്നൊരു വലിയ നറേഷൻ, ഒരു ആഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ചോദിക്കും, എങ്കിൽ പിന്നെ ഉള്ള കക്ഷികൾ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റെന്തിനാണ്? അപ്പോൾ ഈ 100 എന്നൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ കിട്ടണമെങ്കിൽ നിലവിലെ മുന്നണി പോരാ എന്നൊരു തോന്നൽ നിങ്ങൾ നേതാക്കന്മാർക്ക് ഇടയിൽ തന്നെ കാര്യമായിട്ടില്ലേ? ഇന്നലെയൊക്കെ ചർച്ചയിൽ അത് ഉയർന്നു വന്നിരുന്നു. ഇവിടെ മാണി ഗ്രൂപ്പ് UDFിലേക്ക് എന്ന നിലയിൽ കോൺഗ്രസ് നേതാക്കൾ വല്ലാതെ ആഗ്രഹിച്ചോ? ആ നിലയിൽ മാധ്യമ വാർത്തകൾ കാര്യമായി പരുവപ്പെട്ടോ വന്നോ? ജോസ് കെ മാണി ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തിയതോടുകൂടി നിരാശരാകുന്നത് കോൺഗ്രസ് നേതാക്കളാണോ? അതിൽ ഈ സഭയുടെ സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു വലിയ പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നോ? അതടക്കമാണോ ഇന്ന് ഏതാണ്ട് ഇല്ലാതായത്? എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ക്രൈസ്തവ സഭകൾ എക്കാലത്തും ഇന്ന് കേരള കോൺഗ്രസിൻ്റെ നയരൂപീകരണത്തെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു എന്നൊരു നറേറ്റീവ് പഴയ കാലം തൊട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ജോസഫ് പാറേക്കാട്ടിൽ പോലെ തൃശ്ശൂരിലെ വളരെ ശക്തനായിട്ടുള്ള ആർച്ച് ബിഷപ്പിൻ്റെ കാലത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ വയലിൽ അങ്ങനെയുള്ള പിതാക്കന്മാരുടെ കാലത്ത് സ്വാധീനങ്ങൾ ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പുതിയൊരു കാലഘട്ടത്തിൽ ഈ സഭകൾ അതിൻ്റെ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അങ്ങനെ ഇടപെട്ടാൽ ഒരു സർക്കുലർ വായിച്ചാൽ, പള്ളിയിൽ ഒരു കൽപ്പന വായിച്ചാൽ പോയി വോട്ട് ചെയ്യുന്ന ആളുകളല്ലല്ലോ ഇന്ന് കേരളത്തിലുള്ളത്. ആ കാലം വളരെ മാറിയില്ലേ? അങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സഭകൾ ഹൈജാക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയിലേക്ക് കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് നടന്നതായിട്ടും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ജോസ് കെ മാണി ഇന്ന് വളരെ ഡെഫിനറ്റായിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തോടു കൂടി അത്തരം ആശങ്കകളിലൊക്കെ അവസാനിക്കുകയും ചെയ്തു. പക്ഷേ ജേർണലിസത്തിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റോറീസ് വരിക സ്വാഭാവികമാണ്. അത് പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാണല്ലോ, നമ്മളല്ലാതെ ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ. അത്തരം റിപ്പോർട്ടുകൾക്ക് ഒരു ദിവസത്തെയോ 2 ദിവസത്തെ പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ ആയുസേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് അപ്രസക്തമായി തീരുന്നു. പ്രത്യേകിച്ച് പാർട്ടി ചെയർമാൻ്റെ നിലപാട് പതിവില്ലാത്ത വിധം കർക്കശമായിട്ടാണ്. ജോസ് കെ മാണി അങ്ങനെ വളരെ കർക്കശക്കാരനായ ഒരു പൊളിറ്റീഷ്യൻ അല്ല, വളരെ സൗമ്യഭാവത്തിലുള്ള ഒരാളാണ്, നമുക്കറിയാമല്ലോ. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ ഡെഫിനറ്റായിരുന്നു. പതിവിന് വിരുദ്ധമായ ഒരു കാർക്കശ്യം വാക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് പ്രസക്തിയില്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കേരള കോൺഗ്രസിൻ്റെ തുടക്കം തന്നെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിട്ടല്ലേ? കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിട്ടാണല്ലോ 64 അത് രൂപപ്പെട്ടത്. അന്ന് അതിനെ പിന്തുണച്ച മന്നത്ത് പത്മനാഭൻ പോലും ഒരു കാലഘട്ടത്തിൽ പിന്നീട് കേരള കോൺഗ്രസിൽ ലയിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്ത് സ്വന്തം വഴി തേടാൻ മുന്നിട്ട് നിന്ന ആളാണ് ശ്രീ കെ എം മാണി. അപ്പോൾ അങ്ങനെ കേരള കോൺഗ്രസുമായിട്ടൊരു വിധേയത്വം 65 മുതൽ 75 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ സഹകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പിന്നീട് ഇന്ദിരാഗാന്ധി നേരിട്ട് ഇടപെട്ടിട്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചെന്ന് നമുക്ക് അറിയാമല്ലോ. മാത്രമല്ല, പുതിയ കാലഘട്ടത്തിൽ ശ്രീ കെ എം മാണിയുടെ ആത്മകഥയാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ പുസ്തകം വായിക്കുന്ന ഒരാളിന് ഈ കേരള കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ തോന്നുകയില്ല. ക്ഷണിച്ചാൽ തന്നെ ഇവർ ആരോടാണ് സഹകരിക്കേണ്ടത്? ആ ആളുകളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ അദ്ദേഹം വേദനയോടുകൂടി എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു വാചകം വായിക്കാം. UDFിൻ്റെ ശില്പികളിൽ ഒരാൾ കൂടിയായ എനിക്ക് UDFിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണ ലഭിച്ചില്ല എന്നത് എന്നെ വേദനിപ്പിച്ചു. മാത്രവുമല്ല, ഐക്യമുന്നണിയുടെ ഒരു നേതാവിനെ വട്ടമിട്ട് ആക്രമിച്ച ഒരാളുടെ മകളുടെ കല്യാണ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നീട് അയാളുടെ വീട്ടിൽ പോയി വിവാഹ നടത്തിപ്പുകാരായി മാറിയതും എന്നെ വേദനിപ്പിച്ചു. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സമകാലീന സംഭവങ്ങൾ എണ്ണി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും അധികകാലമായിട്ടില്ലല്ലോ. ചരിത്രത്തിൻ്റെ വലിയ പിന്നോട്ടടിയുടെ ഭാഗമായി വന്നതല്ലല്ലോ ഇത് കണ്ടംപററി പൊളിറ്റിക്സ് ആണല്ലോ, സമകാലീന ചരിത്രമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുറിവുണങ്ങാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ മുന്നണി, കേരള കോൺഗ്രസ് അങ്ങനൊരു മുന്നണിയിലേക്ക് പോകുന്ന എനിക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. അതെ, പിന്നെ ലോജിക്ക് കാണുന്നില്ല. മാത്യു, അങ്ങനെ ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം താങ്കൾ പറഞ്ഞ പോലെ കുറെ കൂടി കർക്കശമായി തന്നെ ഈ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ആവണമല്ലോ ജോസ് കെ മാണി ഇന്ന് അത്ര ഷാർപ്പായി തന്നെ അക്കാര്യത്തിൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് തന്നെ ആ പാർട്ടിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ഇറങ്ങേണ്ട എന്ന് പറയും വിധത്തിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചത് അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണല്ലോ. ആ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സമീപകാലത്ത് UDF പുറത്താക്കിയതാണ് ആ പാർട്ടിയെ എന്ന് പറയുന്നൊരു പ്രശ്നമൊക്കെ ആ പാർട്ടിക്കുണ്ട്. അതെല്ലാം മറന്ന്
ആ പാർട്ടി തങ്ങൾക്കൊപ്പം വേണം, എന്നാലേ വിചാരിക്കുന്നത് പോലെയോ ആഗ്രഹിക്കുന്നത് പോലെയോ പെർഫോം ചെയ്യാൻ കഴിയൂ എന്നൊരു പ്രശ്നം ആ പാർട്ടി നേതാക്കളെ അലട്ടുന്നുണ്ടായിരുന്നു. ഇതിന് അങ്ങനെ ഒരു മറുഭാഗം ഉണ്ടല്ലോ. ഇപ്പോൾ 2020 ഒടുവിൽ ബെന്നി ബെഹനാൻ UDF കൺവീനർ നടത്തിയ വാർത്താ സമ്മേളനം നടത്തി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പുറത്താക്കിയെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ആ പ്രഖ്യാപനത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായതും കോട്ടയം ജില്ലയിലെ ഒരുപറ്റം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയായിരുന്നു. കേരള കോൺഗ്രസ് ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അവർ അന്ന് പ്രകടിപ്പിച്ചിരുന്നു. അത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ നേതാക്കന്മാരുടെ നിലപാട് മാറി. കോട്ടയത്തെ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഈ മാണി ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ആ സീറ്റുകൾ കൂടി അവർക്ക് മത്സരിക്കാമല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള വളരെ ഷോർട്ട് ടൈമായിട്ടുള്ള കാഴ്ചപ്പാടും സ്വപ്നങ്ങളുമാണ് ആ സാധ്യതയുള്ള മധ്യതിരുവിതാംകൂറിലെ അത്യാവശ്യം ജനപിന്തുണയുള്ള ആ പാർട്ടിയെ UDFിൽ നിന്ന് പുറത്താക്കലിലേക്ക് നയിച്ച ഘടകങ്ങൾ. അപ്പോൾ വീണ്ടും കേരള കോൺഗ്രസ് UDFിലേക്ക് വരണമെന്ന് കോൺഗ്രസ് ലീഡർഷിപ്പ് ആഗ്രഹിച്ചിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അന്ന് എതിർത്ത ഈ കോട്ടയത്തെ നേതാക്കന്മാരിൽ എനിക്ക് തോന്നുന്നു KC ജോസഫ് മാത്രമാണ് പരോക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടത്. എല്ലാവരും നിശബ്ദരായിരുന്നു. യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു. അതുകൊണ്ട് ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ജോസ് കെ മാണി ആ വാതിൽ അടച്ചു. ഇതേ ഉള്ളൂ. യെസ്, നിജേഷ് നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് എനിക്കിവിടെ കാണാം. ഞാൻ നിജേഷിലേക്ക് വരികയും ചെയ്യാം. ഇവിടെ ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ എബ്രഹാം മാത്യു പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എമ്മിന് മറക്കാൻ കഴിയാത്ത ദുരനുഭവങ്ങളുടെ ഒരു UDF കാലം, അത് വളരെ പ്രധാനപ്പെട്ടതാണോ? നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള നിജേഷ് അരവിന്ദ് അല്പം പരിഹാസ രൂപേണയാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പാർട്ടി ആ മുന്നണിയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്നു, വിശദീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇന്ന് കോൺഗ്രസ്, കാരണം കാര്യങ്ങൾ വെളിപ്പെട്ടല്ലോ, രീതിയിൽ നിങ്ങളെ സമീപിക്കുന്നത്. ഒരു പരിഹാസ രൂപേണ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ UDF നിങ്ങളോട് കാട്ടിയ സമീപനം, രീതി നിങ്ങളെ സംബന്ധിച്ച് മറക്കാവുന്നതല്ല എന്നതുകൂടിയുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, UDF കെട്ടിയുയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യാജ പ്രചരണം, ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു എന്നുള്ള നിലയിൽ ചില മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് നടത്തിയ ഒരു വ്യാജ പ്രചരണം, അത് പൊളിഞ്ഞുപോയതിൻ്റെ ഒരു ജാള്യതയിൽ നിന്നാണ് ഇപ്പോൾ പറയുന്ന ചില വാദഗതികൾ ഉയർന്നു വരുന്നത്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലൂടെ എല്ലാം ഒരു തെളിയുന്നൊരു കാര്യം, VD സതീശൻ 100 സീറ്റ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഭൂരിപക്ഷം കിട്ടില്ല എന്ന് UDFന് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ LDFനെ നേരിടാനുള്ള ആത്മവിശ്വാസമില്ല എന്നതിൻ്റെ തെളിവാണല്ലോ അവർ ഈ വിസ്മയമുണ്ടാകും, മുന്നണി വിപുലീകരിക്കും, അവരെ ഞങ്ങൾ കൂട്ടും, ഇവരെ ഞങ്ങൾ കൂട്ടും, ഞങ്ങൾ വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കും, ഒരുപാട് വിശാലമായ സാമൂഹിക പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? സ്വന്തം ശക്തിയിൽ, സ്വന്തം ബലത്തിൽ വിശ്വാസമില്ലാത്ത, പോരാട്ടത്തിനിറങ്ങുമ്പോൾ, പോരിനിറങ്ങുമ്പോൾ സ്വന്തം ബലത്തിൽ ആത്മവിശ്വാസമില്ല എന്നുള്ളതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ. അതിൽ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കൽപ്പിത കഥ തകർന്നു പോയപ്പോൾ ഉണ്ടായ ഒരു ജാള്യതയിൽ നിന്നാണ് ഇപ്പോൾ അത്തരം ഒരു വർത്തമാനം UDF പ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുമ്പ് ഞാൻ ചൂണ്ടിക്കാണിച്ചതിൻ്റെ കൂടെ ഒരു ഉദാഹരണം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം 12-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട LDF കൺവീനർ TP രാമകൃഷ്ണനെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നെ കേൾക്കുന്ന ആർക്ക് അദ്ദേഹത്തോട് പരിചയമുള്ളവർക്ക് ചോദിച്ചു വ്യക്തത വരുത്താം. അതായത് LDFൻ്റെ മധ്യമേഖലാ ജാഥയുടെ ജാഥ പോയിൻ്റ് എൻ്റെ മണ്ഡലത്തിലില്ല. കാഞ്ഞിരപ്പള്ളിയിൽ പൂഞ്ഞാറുകാർ കൂടി കാഞ്ഞിരപ്പള്ളിയിൽ ചെന്ന് പങ്കെടുക്കണം എന്നുള്ള നിലയിലാണ് ആ പ്രാഥമിക പര്യടന ജാഥയുടെ ഷെഡ്യൂൾ വന്നത്. അപ്പോൾ അങ്ങാ രീതിയിൽ ചെയ്തിരിക്കുക. അപ്പോൾ സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയതാണ്. ഞാൻ ബഹുമാനപ്പെട്ട LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ഞാൻ ഈ സമരവേദിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, അത് പറ്റില്ല, എൻ്റെ മണ്ഡലത്തിലും കൂടി അതിൻ്റെ ഒരു മധ്യമേഖലാ ജാഥയുടെ ഒരു പോയിന്റ് വേണം, അത് മുണ്ടക്കയത്ത് വേണം, അത് അങ്ങ് അതനുസരിച്ച് നിർദ്ദേശം കൊടുത്ത് എന്നെ റീഷെഡ്യൂൾ ചെയ്യണം എന്ന് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടു.
അത് അദ്ദേഹത്തോട് നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്തോ അല്ലെ കാണുമ്പോൾ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ UDF-ലോട്ട് പോകാൻ വെമ്പൽ കൊള്ളു നിൽക്കുകയാണെങ്കിൽ LDF-ൻ്റെ മധ്യമേഖലാ ജാഥ മുണ്ടക്കയത്തേക്ക് വരണമെന്ന് കൺവീനറോട് ഞാൻ ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ വസ്തുതകൾ ഇതായിരിക്കുമ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആരോ കൊളുത്തിവിട്ട ഒരു ചെറിയ പടക്കം അതിങ്ങനെ എല്ലാവരും കൂടി ഏറ്റുപിടിച്ച് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എബ്രഹാം മാത്യു സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ നയങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടാണ് കേരള കോൺഗ്രസ് രൂപീകരിക്കാൻ തന്നെ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യമൊക്കെ ഇപ്പോഴും നിൽക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ്. UDF-ൽ നിന്ന് പുറത്താക്കിയ ആ സാഹചര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുക. അത് ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു തികച്ചും തെറ്റായ ഒരു അവകാശവാദം ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ശ്രീ PJ ജോസഫ് സാറും KM മാണി സാറും ഒപ്പിട്ട ഒരു എഗ്രിമെൻറ്റ് ഞാനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് കരാറിരിക്കുകയാണ്. ആ കരാറിരിക്കുമ്പോഴാണ് മാണി സാറിൻ്റെ മരണശേഷം പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എന്നെ മാറ്റിയിട്ട് വേറൊരാളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനെ കോൺഗ്രസ് തികച്ചും അധാർമികമായി തെറ്റായി രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്ത വിധം പിന്തുണയ്ക്കുകയും ആ പിന്തുണച്ച് ഞങ്ങളുടെ ന്യായമായ അവകാശത്തെ ഹനിച്ചുകൊണ്ടുള്ളൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുറത്താക്കലുണ്ടായത്. അതെല്ലാം ഇപ്പോഴും അവിടെ അതേപടി നിൽക്കുക. കാരണം അന്ന് അതിന് ഒരു നിമിത്തമായി തീർന്നത് ഞാൻ വഹിച്ചിരുന്ന പദവിയുമായി ബന്ധപ്പെട്ട് ഞാനാണ്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ തിരിച്ച് UDF-ലേക്ക് പോകാൻ മുൻകൈ എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്ര ലോജിക്കില്ലാത്ത കാര്യമാണ്, എത്ര വിരോധാഭാസമാണ്. അതിലൊരു കാര്യം വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന് അങ്ങനെ ഒരു അജണ്ടയില്ല. കേരള കോൺഗ്രസ് എം LDF-ൻ്റെ അവിഭാജ്യ ഘടകമാണ്. അത് LDF-ൽ തന്നെ നിന്നുകൊണ്ട് 3ാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കേരള കോൺഗ്രസ് ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നടത്തും. അത് വിജയത്തിലെത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും. ഞാൻ ശ്രീലാൽ ഇപ്പോൾ ഈ MLA സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തതാണ് ഈ മനുഷ്യനെ കുറിച്ചാണല്ലോ ഈ കൽപ്പിത കഥകളെല്ലാം മെനഞ്ഞത്. ഇതിൻ്റെ കേന്ദ്രബിന്ദുവാക്കി വെച്ചത് ഈ MLA കുറിച്ചാണ്. അതിലൊരാൾ പ്രധാനിയായിട്ട് ഈ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് ഇദ്ദേഹത്തെയാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിലപാടുകൾ തുറന്നു പറയുന്നതോടുകൂടി അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് വരുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ, പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്, പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ കേരളത്തിലെ മുന്നണി ഘടനയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് കൽപ്പിത കഥകളായി മാധ്യമ റിപ്പോർട്ടുകൾ മാറാമോ? അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സോണിയാഗാന്ധി തന്നെ ജോസ് കെ മാണിയെ വിളിച്ചു എന്ന രീതിയിലൊരു ഇംഗ്ലീഷ് പത്രം എഴുതിയല്ലോ കോട്ടയത്തു നിന്ന് ബൈലൈൻ വെച്ച്. ഈ നേരം വരെ ആ നിലയിൽ അത് വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആ ദിവസങ്ങളിലും ആ മണിക്കൂറുകളിലും കോൺഗ്രസ് നേതാക്കളൊക്കെ നടത്തിയ പ്രചാരണം ഇതിനെ കുറേ കൂടി ആളുകൾക്കിടയിൽ ശരിവെക്കും വിധത്തിലേക്ക് തന്നെയാണ്, അതിനെ വളരെ പോസിറ്റീവായി സ്വാഭാവികമാണ്, പ്രോത്സാഹിപ്പിക്കും വിധത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ആ നിലയിൽ ഒരു വലിയ ഒരു പാറ്റേൺ. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കനകോലു കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഒരു സ്ട്രാറ്റജി മെനയുമ്പോൾ പരമാവധി ഇത്തരം കോൺട്രവേഴ്സികൾ വരട്ടെ, അതുമായി അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നൊരു കനകോലു സ്ട്രാറ്റജി കൂടിയുണ്ട്. അതിൽ സംഭവിച്ച അത് മുമ്പ് താങ്കൾ പറഞ്ഞാൽ അതും പാളിപ്പോകുന്നതിനു കൂടി ഈ വിഷയം സാക്ഷിയാവുന്നുണ്ടോ? ചേർത്ത് നോക്കൂ, ഇതുപോലുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ വരും എന്ന കളി ഉറപ്പാണ്. കാരണം അതൊരു കനകോലു ലൈൻ ഓഫ് തിങ്കിങ്ങും കനകോലു ലൈൻ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റുമാണ് നടക്കുന്നത്. അത് ദേശീയ തലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം ഇത്തരത്തിൽ വന്നിരുന്നു. അത്തരത്തിൽ ഉള്ള പ്രചാരണങ്ങൾ ഇനിയും കേരളത്തിൽ വരാം. പക്ഷേ നേരത്തെ അബ്രഹാം മാത്യു പറഞ്ഞതുപോലെ ഇത്തരം ചില പ്രശ്നങ്ങൾ, ഇത്തരം ചില വാർത്തകൾ തീർച്ചയായും പല പാടില്ല എങ്കിൽ പോലും വരാനുള്ള സാധ്യതയും വളരെയേറെയാണ്. നേരത്തെ ഈ നിജേഷ് LDF-ൽ നിൽക്കുന്ന ഒരു പാർട്ടി LDF-ൽ തന്നെ നിൽക്കുന്നുവെന്ന് പറയേണ്ട ഒരു ഗതികേടുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ സമൂഹവും ഏറ്റവും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് സോണിയാഗാന്ധി. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ ഉപരി രാഷ്ട്രീയ സമൂഹം അംഗീകരിക്കുന്ന ഒരു നേതാവാണ്, അക്രോസ് സ്പെക്ട്രം അംഗീകരിക്കുന്ന നേതാവാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിയെ കൂട്ടുപിടിച്ച് ഇന്നലെ ഒരു വാർത്ത വന്നു, ഒരു പത്രത്തിൽ വാർത്ത അടിച്ചു വന്നു. അങ്ങനെ സോണിയാഗാന്ധിയെ മോശമാക്കുന്ന അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കൂട്ടുപിടിച്ചൊരു വാർത്ത വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പറയാൻ ഈ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമല്ലോ. ആ ഒരു ബാധ്യതയുണ്ടല്ലോ. ഈ കേസ് അതിൻ്റെ അകത്ത് KC വേണുഗോപാലാണ് ഇതിന് വഴിയൊരുക്കിയതെന്നൊരു വരിയും കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെങ്കിലും, സോണിയാഗാന്ധി എന്തായാലും അവരുടെ നിലപാട് വ്യക്തമാക്കില്ല, അതവിടെ നിൽക്കട്ടെ. KC വേണുഗോപാലാണ് ഇങ്ങനൊരു ടെലിഫോൺ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം ആരും ചർച്ച ചെയ്തിട്ടില്ല എന്ന് ജോസ് കെ മാണി നിലപാട് അസന്നിഗ്ധമായ വിധം വ്യക്തമാക്കിയ ശേഷം പറയുന്നത് അത് അദ്ദേഹം ഇന്നലെ പറയേണ്ട കാര്യമായിരുന്നല്ലോ. അത് അദ്ദേഹം ഇന്നലെ പറഞ്ഞില്ല. ഒരു ഭാഗത്തിൽ അതവിടെ നിൽക്കുന്നു. 2, ഇന്നലെ കോൺഗ്രസ് ഒരു വലിയ
കേന്ദ്രവിരുദ്ധ സമരം നടത്തുകയായിരുന്നു അല്ലേ? ലോക് ഭവന് മുന്നിൽ കോൺഗ്രസ് വലിയ കേന്ദ്രവിരുദ്ധ സമരമാണല്ലോ നടത്തിയത്. ആ സമരത്തിൽ കൊണ്ടുവന്നാണല്ലോ LDF നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് CPM നിന്നും ഒരാളെ അടർത്തിയെടുത്തത്, അവതരിപ്പിച്ചത്. ആ സമരം, അത്ര വലിയൊരു സമരം, അതും മഹാത്മാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന ഒരു പദ്ധതി, അതിനെ രാംജി എന്നുള്ള രീതിയിലേക്ക് മാറ്റിയതിനെതിരെയൊക്കെ ഉള്ള ഒരു വലിയ പ്രക്ഷോഭം, കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നതിനിടയിൽ ആണ് CPM വിരുദ്ധ ഒരു നടപടി ഉണ്ടായത്. അത് അടുത്ത ദിവസമായാലും ഈ പ്രതിസന്ധിക്ക് ഈ കുറച്ചുകൂടി നേട്ടമുണ്ടാക്കാൻ മാത്രമേ സഹായിക്കുമായിരുന്നുള്ളൂ. അവിടെ കൊണ്ടുവന്ന് ഈ ഒരു പദ്ധതി അവതരിപ്പിച്ച് ഇത്ര വലിയ ഒരു ഇതാക്കി മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രശ്നം ലോക്സഭയിൽ ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറുഭാഗത്ത് ഒരു സത്യമായി നിൽക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടെല്ലാം അവസാനം എന്ത് നേടി? മാണി സി കാപ്പന് പരസ്യമായി രംഗത്ത് വന്ന് ഇതിനെതിരെ പറയേണ്ടി വന്നു. മാണി സി കാപ്പന് മലപ്പുറത്ത് എന്ന് കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. മാണി സി കാപ്പൻ ഒരാഴ്ച മുമ്പ് VD സതീശനോടും അതിനൊരാഴ്ച മുമ്പ് രമേശ് ചെന്നിത്തലയോടും ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഒരു കാരണവശാലും പാലാ വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിരുന്ന UDF-നുള്ളിൽ അങ്ങനെ ഒറ്റക്കെട്ടല്ല എന്ന് പരസ്യമായി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതല്ലാതെ എന്ത് നേട്ടമുണ്ടായി ഇതുകൊണ്ട്? റൈറ്റ്, അതുതന്നെയാണ് നിജേഷ് അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് നേട്ടമുണ്ടായി? 3 പേരും പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, MLA താങ്കൾ മുമ്പ് അവതരിപ്പിച്ച വിഷയത്തിലുള്ള വളരെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ മറുപടിയും കൃത്യമായി അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. UDF-ന് കൃത്യമായ, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ കൃത്യമായൊരു റോളുണ്ട്. ഒരു കൽപ്പിത കഥ മെനഞ്ഞ് അതിലൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചത് താങ്കളുടെ മുമ്പിലുണ്ട്. 2, ഇതിലൂടെയൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസിൻ്റെ ഹെഡേക്ക് അല്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ പോലും ഇപ്പോൾ സഭയുടെ ഒരു സമ്മർദ്ദമുണ്ട് എന്ന് വരുത്തി തീർക്കും വിധത്തിലേക്ക് ഈ വാർത്തകളുണ്ടായിരുന്നു. അതും കേവലം ഒരു കൽപ്പിത കഥയുടെ ഒരു അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുകൂടി ബോധ്യപ്പെടുന്ന നില വന്നു. UDF ഇതുകൊണ്ട് എന്ത് നേടി എന്ന ശ്രീലാലിൻ്റെതായി ചോദ്യവും പ്രധാനമാണ്. കാരണം ഈ പറഞ്ഞ പോലെ മാണി സി കാപ്പൻ അസ്വസ്ഥനായി, അതുപോലെ തന്നെ PJ ജോസഫും മോൻസ് ജോസഫും നിരന്തരം ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. UDF ഒറ്റക്കെട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ സംഭവിക്കുന്ന ഒരു അനൈക്യത്തിൻ്റെ ഒരു അവസ്ഥ ഈ കൽപ്പിത കഥയിലൂടെ നിങ്ങൾക്ക് സംഭവിച്ചില്ലേ? ഇങ്ങനെ നിരവധി നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. നിജേഷ്, ഒന്നതൊരു കൽപ്പിത കഥയാണ് എന്നാണ് ശ്രീ ശരത്ത് പറയുന്നത്. ഒരു കൽപ്പിത കഥ MLA പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ചർച്ച നമ്മൾ നടത്തേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, MLA പറഞ്ഞത് UDF-ന് ജാള്യതയാണെന്ന്. ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയത്തോടു കൂടി ചോദിക്കുന്നു, ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ താങ്കളെയോ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെയോ ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണിയിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വ്യക്തമാക്കണം. നിങ്ങൾക്ക് വ്യക്തമാക്കാമല്ലോ. സോണിയാഗാന്ധി വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ വ്യക്തമാക്കാം. നിങ്ങൾ വ്യക്തമാക്കുന്നത് യാതൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾ സോണിയാഗാന്ധി അവരുടെ നേതാവല്ല, നിങ്ങളുടെ നേതാവാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടി, ശരത്ത്, ഒരു കാര്യം കൂടി, ഇന്ന് ജോസ് കെ മാണി നിഷേധിച്ചു, കോൺഗ്രസ് പാർട്ടി നിഷേധിച്ചിട്ടില്ല ഈ നേരം വരെ. അതാണ് ശ്രീലാൽ പറഞ്ഞത്. ശരത്ത്, ഈ ചർച്ച കഴിഞ്ഞിട്ട് ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് കാണണം. നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട്, ഞാനൊരു വാക്ക് പറയുമ്പോഴേക്കും നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ എന്തിനാ ചർച്ചയ്ക്ക് വരുന്നത്? പറയുന്നില്ലേ നിജേഷ്? പറഞ്ഞോളൂ. ശരത്തെ, സർ, ശ്രീലാൽ പറഞ്ഞത് ഈ സോണിയാഗാന്ധി നിങ്ങളുടെ നേതാവാണ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവല്ല. അങ്ങനൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിഷേധിച്ചോ എന്നുള്ള ചോദ്യം താങ്കളോട് തന്നെയാണ് ചോദിച്ചത്, ഞാൻ മറ്റാരോടുമല്ല ചോദിച്ചത്. ജോസ് കെ മാണി നിഷേധിച്ചു. ഞങ്ങൾ കേരളത്തിലെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ രാവിലെ തൊട്ട് ഉണ്ടാക്കുന്ന ഓരോ വാർത്തയ്ക്കും മറുപടി പറയേണ്ട പണിയല്ല ശരത്തെ ഞങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാർത്ത ഉണ്ടാക്കും. ഞങ്ങളുടെ ഔദ്യോഗികമായ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ഞങ്ങൾ രാവിലെ തൊട്ട് ഇന്ന പത്രം, ഞാൻ ഇന്നലെ TV തുറന്നപ്പോൾ കണ്ട ചാനൽ, തുറക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു ചാനലുണ്ട്. ആ ചാനലിലാണ് ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടത്. ആ ചാനൽ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചാനലല്ല. നിങ്ങൾ അവിടെ തന്നെ വെച്ചോ. ഇന്നലെ വൈകുന്നേരം വരെ ആ ചാനലിലെ വാർത്ത ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസുമായി ചേർന്ന് അവർ ആ വാർത്ത പടച്ചുവിട്ടു. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇനി അതിന്റെ സത്യാവസ്ഥകൾ വരട്ടെ, നമുക്ക് അപ്പോൾ ആ സമയത്തേക്ക് പോകാം. പിന്നെ ശ്രീ സെബാസ്റ്റ്യൻ കൊളത്തുങ്കലിനെ പോലെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയ നിലപാട് പറയാം. പക്ഷെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, എവിടെ മാണി സാറിന്റെ 2020 പ്രഖ്യാപിച്ച സ്മാരകം എവിടെ? 2025 സ്മാരകം വന്നില്ലേ? അത് ഞങ്ങൾ ചോദിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടായ കാലത്ത് കോൺഗ്രസും കേരള കോൺഗ്രസിനോടുള്ള വിയോജിപ്പുകൾ തന്നെയാണ്. CPM-ഉം CPI-യും രണ്ടായി, പിന്നീട് ദീർഘകാലം ഒരു മുന്നണിയായിട്ടല്ലേ വരുന്നത്. അതൊക്കെ കേരള
രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാഭാവികമായ കാര്യങ്ങളാണ്. PJ ജോസഫ് സാർ അപ്പുറത്തായിരുന്നു, മാണി സാർ ഇപ്പുറത്ത് വന്നപ്പോൾ അങ്ങോട്ടും പക്ഷേ ഇങ്ങോട്ടും നിങ്ങൾ മാറി. അവരെ കേരള പുറത്താക്കിയവർക്ക് മറക്കാൻ കോൺഗ്രസ് ഉണ്ടായ കഴിയില്ല. കാലം മുതൽ നിജേഷ് അസ്വസ്ഥപ്പെടാനല്ല. അല്ല, സെബാസ്റ്റ്യൻ അവര് കുളത്തുകൽ പറഞ്ഞില്ലേ, ശരത്ത് ഇബ്രാഹിം മാത്യു പറഞ്ഞില്ലേ, ശരത്ത് UDF പുറത്താക്കിയതാണ് മാണി ഗ്രൂപ്പിനെ. അത് ഈ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലാണ്, മറക്കാറായിട്ടില്ല. ശരത്ത് അത് ആവർത്തിച്ച് പറയണ്ട. അല്ല, താങ്കളുടെ ശ്രദ്ധ ക്ഷണിച്ചാണ്. നിജേഷാണ് പറയുന്നത്. പൊറുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. ഞങ്ങൾക്കതിലൊരു പ്രയാസവുമില്ല. ഇനി അദ്ദേഹം ചോദിച്ച, നേരത്തെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ഇന്നലെ വരെ പറഞ്ഞത്, അല്ലെങ്കിൽ വാണി സാറിന്റെ പുസ്തകം എടുത്തുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്. കഴിഞ്ഞ പാലക്കാട് ഇലക്ഷന്റെ തലേദിവസം വരെ CPM-നെതിരെ, വിശിഷ്യ പിണറായി വിജയനെതിരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേരാണ് പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്, പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി വന്നത്. ഇപ്പം നിങ്ങൾക്ക് പരിശോധിക്കാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക്. പാലക്കാട് സരിനായിരുന്നു ശരി, രാഹുലായിരുന്നില്ല എന്ന് തെളിഞ്ഞില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടമല്ല എന്ന് തെളിഞ്ഞില്ലേ? അല്ലെ, പാലക്കാട്ടെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ തഴഞ്ഞ് ഒരു കോക്കസിലേക്ക് ആ സ്ഥാനാർത്ഥിത്വത്തെ കൊണ്ടുപോയി എന്ന ഗുരുതര ആക്ഷേപമാണ് VD സതീശനും ഷാഫി പറമ്പിലും അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം നേരിടുന്നത്. താങ്കൾ തന്നെയാണ് ഇപ്പോൾ അത് വീണ്ടും ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തിട്ടുള്ളത്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമസഭാംഗം ഇമ്മോറൽ ട്രാഫിക്കിന് പുറത്താക്കുന്നതിലേക്ക് എത്തുന്ന ഘട്ടത്തിലേക്ക് അധപ്പതിപ്പിച്ചു കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി. അല്ല, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ജോസ് തെറ്റയിലും താങ്കളുമൊക്കെ ഒരുമിച്ച് ഒരേ നിയമസഭയ്ക്കകത്ത് തന്നെയാണ് ഇരുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് അതിന്റെ വിശദീകരണവും അതിന്റെ പോസ്റ്റ്മോർട്ടവും ആണെങ്കിൽ നമുക്ക് എടുക്കാം. ഞങ്ങൾ ഈ പറഞ്ഞ കക്ഷിയെ ഞങ്ങൾ ഓൺ ചെയ്യാൻ നിന്നിട്ടില്ല. ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാ. ജോസ് തെറ്റയിലിനെ സംരക്ഷിച്ചതുപോലെ AK ശശീന്ദ്രൻ സംരക്ഷിച്ചതുപോലെയൊന്നും ഞങ്ങൾ സംരക്ഷിച്ചില്ല. താങ്കൾക്ക് തന്നെ അറിയാലോ, പൂച്ചക്കുട്ടി ഒരു മാധ്യമ പ്രവർത്തകയോട് പൂച്ചക്കുട്ടിയെ പറ്റി പറഞ്ഞ AK ശശീന്ദ്രൻ ഇന്നും താങ്കൾ പിന്തുണയ്ക്കുന്ന മന്ത്രിയാണ്. മറന്നു പോകണ്ട. താങ്കൾ രാജിവെച്ചു പോയ AK ശശീന്ദ്രൻ ഇന്ന് നിങ്ങളുടെ മന്ത്രിയാണ്, നിങ്ങളുടെ തന്നെ മന്ത്രിയാണ്. അപ്പം ചരിത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാനുണ്ട്. താങ്കൾ ഈ പറഞ്ഞ ഈ വിശദീകരണത്തിനോടൊപ്പം ചേർത്ത് വെച്ച് MLA എന്തോ പറയാൻ ശ്രമിച്ചതുകൊണ്ടാണ് കേരള കോൺഗ്രസ് താങ്കളോട് ആ നിലയിൽ ശബ്ദിച്ചു നിൽക്കാൻ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു അവസരം കൊടുക്കാം. വരാൻ നിജേഷ്, താങ്കൾ പറഞ്ഞ അതേ കോൺടെക്സ്റ്റിൽ MLA ഞാൻ അദ്ദേഹത്തോടല്ല, എനിക്ക് ശരത്തിനോട് മാത്രമേ അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. MLA പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളാണ് ഈ അവസരമൊക്കെ ഇട്ട് തന്നത്. ശരി നിജേഷ്, വരാം. അല്ല, എന്തവസരം? നമ്മൾ എത്രയോ ഒരു കാര്യമില്ലാതെ പാലക്കാട്ടേക്ക് പോയത് നിങ്ങളാണ്. ശരി, ഞാൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അല്ല ഈ വിഷയത്തിൽ താങ്കൾ എന്തോ പ്രതികരിക്കാൻ ശ്രമിച്ചു. ഈ വിഷയത്തിൽ നിജേഷ് പറഞ്ഞതിനോട് താങ്കൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അല്ല, അത് ഞാൻ പറയാൻ വന്ന ഇതാണ് ഈ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിയമസഭാംഗമായതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പരാമർശിച്ചത്. ഞാനവിടെ പറയാൻ ശ്രമിച്ചത്, അതായത് ആദ്യമായി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ, അതായത് ഒരു ഇമ്മോറൽ ട്രാഫിക് ഇഷ്യൂവിൽ ഒരു നിയമസഭാംഗത്തെ പുറത്താക്കുന്ന നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് സ്പീക്കർ ഈ സമീപ ദിവസം പറയണ്ടേ. ആ നിലയിലേക്ക് എത്തിയ ഒരു സാഹചര്യം വരുത്തിയതാണ് കോൺഗ്രസ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, മുമ്പും ഇത്തരം പരാതികൾ അദ്ദേഹത്തിനെതിരെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാരവാഹിയായിരിക്കുമ്പോൾ പോലും രേഖാമൂലമുള്ള പരാതികൾ KPCCക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ. അതൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ മൂടി വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത് ആ രാഷ്ട്രീയ പാർട്ടി കൈക്കൊള്ളുന്ന ധാർമ്മികമായിട്ടുള്ള ഒരു നിലവാര തകർച്ചയെ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പാലക്കാട്ടെ കാര്യം പറഞ്ഞതുകൊണ്ട് അക്കാര്യം പരാമർശിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ശ്രീ ഇബ്രാഹിം മാത്യു, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് അങ്ങനെ ഒരു പരാതി KPCCക്ക് കിട്ടിയിട്ടില്ല. MLAയുടെ അറിവിലേക്കാണ് പറയുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ പരാതി ഞങ്ങൾ അപ്പോൾ തന്നെ DGPക്ക് കൈമാറിയിട്ടുണ്ട്. താങ്കൾക്ക് അറിവില്ലാത്തതാണ് പൊതുമണ്ഡലത്തിൽ ഇതുമായി അദ്ദേഹം പറയുന്നത്. സംരക്ഷിക്കുന്ന ഏർപ്പാടൊന്നും ഞങ്ങൾക്കില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ വന്നിട്ടില്ല. ഞാൻ താങ്കളുടെ MLAയോടാ പറയുന്നത്.
KPCC അല്ല, ഭാരവാഹികൾ അല്ല, തന്നെ- ശ്രീ KPCC സെബാസ്റ്റ്യൻ ഭാരവാഹികൾ തന്നെ സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തുകയും കൊളത്തുങ്കൽ ചെയ്ത കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ച തന്നെ മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത സംബന്ധിച്ചായിരുന്നു. അത് ആധികാരികമല്ല എന്ന് മാധ്യമ പ്രവർത്തകനായ ശരത്ത് പറഞ്ഞ ചർച്ചയാണ് ഇന്നത്തെ ചർച്ച. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 മാധ്യമ പ്രവർത്തകരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാധ്യമ പ്രവർത്തകർ പറയുന്നതെല്ലാം സത്യമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചർച്ചയ്ക്കകത്ത് നിങ്ങൾ മാത്രമേ ഏതോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ആധികാരികമാണ് എന്നും ശരിയാണ് എന്നും പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ നിതേഷ് മാധ്യമ റിപ്പോർട്ട് മാത്രമല്ല, രാഹുൽ KPCC മാങ്കൂട്ടത്തിലിനെ കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും ഷാഫി ഭാരവാഹികൾ പറമ്പിലിന്റെ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് KPCC കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസുമായി ഭാരവാഹികൾ വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന പുസ്തക പ്രസാധകയായിട്ടുള്ള സ്ത്രീ വളരെ പരസ്യമായി പറഞ്ഞില്ലേ, ഷാഫിയോട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞു. മാധ്യമ വാർത്തയാണോ? ഇന്ന് വരെ അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് തലങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. പരാതിയാണോ പറഞ്ഞത്? നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളുടെ രാഷ്ട്രീയത്തെ പിൻപറ്റുന്ന ഒരു സ്ത്രീ പറഞ്ഞ പരാതിയെ പോലും നിങ്ങൾ അവഗണിക്കുന്നു. എനിക്ക് പരാതിയില്ല. പറവൂരിലെ കുട്ടി പറഞ്ഞതല്ലേ, പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ മാധ്യമ വാർത്തകളെ തള്ളി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കൃത്യം ഉദാഹരണമാണ് മുന്നിൽ വെച്ചത് നികേഷിന്റെ മുമ്പിൽ. മാധ്യമങ്ങളിലൂടെ ജനങ്ങളോടാണ് അവർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പക്ഷെ ആ വാദം നിൽക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നികേഷ് പറഞ്ഞ വാദം നിൽക്കില്ല എന്നാ പറഞ്ഞത്. നിൽക്കില്ല, കാരണം ഈ സമൂഹത്തോട് തുറന്നു പറഞ്ഞ ആളുകളുണ്ടെന്നേ. മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമല്ല ജോസ് കെ മാണിയെയും കൂട്ടരെയും നിങ്ങളുടെ മുന്നണിയിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു എന്ന കൽപ്പിത കഥ പോലെയല്ല. അത്രേ ഉള്ളൂ, ആ കൽപ്പിത കഥ പോലെയല്ല. ശരി, ഞാൻ ശ്രീ എബ്രാഹിം മാത്യു ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യം, അതിനിടയിലാണ് നമ്മൾ ഈ വിഷയത്തിൽ ഒന്ന് പോയത്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് വലിയ സ്ട്രാറ്റജികളുടെ കാലമാണ്. കനകോലുവാണ് വളരെ സജീവമായി ഇക്കാര്യങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് UDF-നകത്ത് വളരെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ മെനയുന്നത് എന്നത് വളരെ കൃത്യമായി ഇന്ന് സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ്. അതിലൂടെയാണ് ഈ വിവാദങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തലം ഉണ്ടാകട്ടെ. ആ രൂപത്തിൽ വന്നൊരു പാറ്റേണിൽ കണ്ട ഒരു സാധനമാണ് ഇപ്പോൾ വല്ലാതെ പൊളിഞ്ഞുപോയത്. സഭയുടെ സമ്മർദ്ദം, അതുപോലെ എന്താ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നു, അപ്പോൾ LDF-ലെ ഈ പാർട്ടിക്ക് ഒരു വലിയ ചാഞ്ചാട്ടം, ആ രീതിയിൽ വാർത്തകൾ വരുന്നു, അതിനോട് അനുസൃതമായി നേതാക്കൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു, മെല്ലെ മെല്ലെ അതിങ്ങനെ പോകുന്നു. പക്ഷേ ജോസ് കെ മാണി ഇന്ന് അഭിപ്രായം വളരെ ശക്തമായി പറഞ്ഞതോടുകൂടിയാണ് അതിന് കർട്ടൻ വീണത്. ഞാൻ പറയാൻ വന്നത്, ഈ മാണി ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നില സൃഷ്ടിക്കുക എന്ന ഒരു പരിശ്രമമാണോ, എന്നൊരു രീതിയാണോ, എന്ന ഒരു ശ്രമമാണോ ഇവിടെ പരാജയപ്പെട്ടത്? ചേർത്ത് ഈ പൊതുവെ മാധ്യമപ്രവർത്തകരോട് വേണ്ടതിനും വേണ്ടാത്തതിനും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളല്ല ജോസ് കെ മാണി. അല്പം അകലം പാലിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. വളരെ നേരത്തെ തൊട്ടേ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. എന്തെങ്കിലും വാർത്ത ചോർത്തി കൊടുക്കാനോ പ്ലാൻ ചെയ്യാനോ ഒന്നും അദ്ദേഹം ശ്രമിക്കാറില്ല. കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് തൻ്റെ നിലപാടുകൾ സത്യസന്ധമായിട്ട് പറയാൻ കഴിവതും ശ്രമിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഒരു വാർത്ത കൊണ്ട് തീരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. സ്പെക്കുലേറ്റീവായ പൊളിറ്റിക്കൽ ന്യൂസ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അല്ലാത്തപ്പോഴും ഒക്കെ ധാരാളം അത്തരം പരിശ്രമം നടന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം. കേരള കോൺഗ്രസിൻ്റെ ശക്തി ചെറുതാക്കി കാണാനും ജോസ് കെ മാണിയുടെ ക്രെഡിബിലിറ്റി തകർക്കാനുമുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളത് സത്യമാണ്. വ്യക്തിപരമായിട്ട് ജോസ് കെ മാണിയുടെ ക്രെഡിബിലിറ്റിയെ തകർക്കാൻ ഒരു ശ്രമം നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഏത് കേന്ദ്രങ്ങളാണ് അതിനകത്ത് വന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാനുള്ള കൺവിൻസിംഗ് ആയ പ്രൂഫ് എൻ്റെ കയ്യിലില്ല. എങ്കിലും ആ ഒരു ടാർഗറ്റിംഗ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇതേ ആരോപണ മുനകൾ KM മാണിയുടെ നേർക്കും ഇതേപോലെ തന്നെ 80കളിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നായനാർ മന്ത്രിസഭയിൽ അദ്ദേഹം ആ പാർട്ടി പിന്നെ ഘടകകക്ഷിയായിരുന്നു. ആ നായനാർ മന്ത്രിസഭയുടെ കാലം കഴിഞ്ഞ് മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം KM മാണി എഴുതിയൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഈ മുന്നണിയിൽ ചേർന്നത് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ ഈ മന്ത്രിസഭ വിട്ടുപോയെങ്കിലും ആ പരീക്ഷണത്തെ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്നന്ന് KM മാണി എഴുതിയ നിരീക്ഷണം ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം KM മാണിയുടെ ഇടത് ബാന്ധവത്തെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ ഒരുപാട് അന്ന് വിഷ്വൽ മീഡിയ ഇല്ലല്ലോ, പ്രിൻ്റ് മീഡിയയിൽ അന്ന് അദ്ദേഹം വളരെ വിമർശനത്തിന് വിധേയനായിരുന്നു. KM മാണിയുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ നടത്തിയ ആ ശ്രമത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് അത് ജോസ് കെ മാണിയിൽ എത്തി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ രണ്ട് നേതാക്കളെയും ഒരേപോലെ അവരെല്ലാം ഈ
സഭ പറയുന്നത് കേട്ട് പിന്നെ മൂവ് ചെയ്യുന്ന നിലപാടുകളില്ലാത്ത ഈ ബിഷപ്പുമാരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ കാണുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അതെന്തുകൊണ്ടോ പലപ്പോഴും ഈ രണ്ട് പേർക്കാണ്. ഇപ്പോൾ പി ജെ ജോസഫിനെതിരെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അറ്റാക്കില്ല. അദ്ദേഹത്തിനെതിരെ അറ്റാക്ക് ചെയ്തത് മറ്റ് ചില വിഷയങ്ങളിലായിരുന്നല്ലോ. ഇത്തരത്തിൽ പി ജെ ജോസഫ് ഒരു പിന്നെ എന്നാൽ ബിഷപ്പുമാരുമായിട്ട് സഭാ നേതൃത്വമായിട്ടും ബന്ധമുള്ള എത്രയോ മറ്റ് നേതാക്കളുണ്ട്. ഈ ആളുകൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നു കഴിവതും ഏറ്റവും കുറച്ച് ഈ അരമനകൾ സന്ദർശിക്കുന്ന ആളുകളിലൊന്ന് ജോസ് കെ മാണിയാണ്. അല്ല, ഈ അടുത്ത കാലത്ത് ഒരു നേതാവ് ഔദ്യോഗിക വാഹനമൊക്കെ മാറ്റിവെച്ച് സഭാസ്ഥാനത്തേക്ക് പോയ ഒരു വാർത്തയും സമീപ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നല്ലോ. മാത്യു ശ്രദ്ധിച്ചിരുന്നോ? അതെ, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഞാൻ ഈ കമ്പയർ ചെയ്ത് പറയുകയാണ്, ഈ സഭകളുടെ ഒരു വിധേയത്വമാണ് കേരള കോൺഗ്രസിൻ്റെ ഐഡിയോളജിക്കൽ ബേസ് എന്ന് പറയുന്നത് ശരിയല്ല. അത് ഇടത്തരക്കാരായ മധ്യവർഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നു. ഇപ്പോഴും ഇന്ന് കേരള കോൺഗ്രസ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തുള്ള സംഘടനാ സംവിധാനമുള്ള പാർട്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. അത് എല്ലാവർക്കും ബോധ്യമുണ്ട്. അത് UDF-നും അറിയാം, LDF-നും അറിയാം. ആ ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഈ കേരള കോൺഗ്രസ് മെയിൻ ഡിസ്കഷൻ പോയിൻ്റായി വരുന്നത്. KM മാണി ഒരിക്കൽ പറഞ്ഞല്ലോ, ഞങ്ങൾ സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ്, ഒരു പെൺകുട്ടിയെ പോലെയാണ് കേരള കോൺഗ്രസ്. അദ്ദേഹം നിയമസഭയിൽ തന്നെ ആ ഉദാഹരണം പറഞ്ഞല്ലോ. വഴിയെ പോകുന്നവർക്കൊക്കെ ഒരു അട്രാക്ഷൻ തോന്നും. അതുകൊണ്ട് എല്ലാ മുന്നണികളും ഞങ്ങളെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ആലങ്കാരികമായിട്ട് പറഞ്ഞു. ജോസ് കെ മാണി പറഞ്ഞ ഞങ്ങളെ ഓർത്ത് ഏതായാലും അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളാരും കരയണ്ട എന്നാണ് പറഞ്ഞത്. അത് നല്ലതാണ്. KM മാണിയുടെ ആ ഉദാഹരണത്തിൽ നിന്ന് കുറച്ചുകൂടെ മാറി ഒരു ബിബ്ലിക്കൽ കോട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു. അതൊരു വളരെ പ്രസക്തമാണ്. അത് ഇന്നത്തെ കണ്ടംപററി സമകാലീന രാഷ്ട്രീയത്തിന് ജോസ് കെ മാണി കൊടുത്ത നല്ലൊരു സൗമ്യമായ കാവ്യാത്മകമായ ആഘാതമാണ്. ശരി, നമ്മുടെ സമയം അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ഒരു ഇടവേളയിലേക്ക് പോകണം. പക്ഷേ എങ്കിലും ഒരു കാര്യം ഈ കോൺടാക്സിൽ ഒന്ന് പറഞ്ഞു വെക്കേണ്ടതാണ്. നിജേഷിലേക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് നമ്മൾ പോകുന്നതിന് മുമ്പ്, അതായത് ഈ സമീപകാലത്ത് ഞാനിപ്പോൾ എബ്രഹാം മാത്യുവിനോട് പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്ത് സഭാ സമ്മർദ്ദം നേരിടുന്നു എന്നൊരു പ്രചാരണം വാർത്തകളിലൂടെ കേരള കോൺഗ്രസ് എമ്മിന് മേൽ പടച്ചുവിടുക, പ്രചരിപ്പിക്കുക. അതേസമയം തന്നെ സഭാ ആസ്ഥാനത്തേക്ക് വളരെ രഹസ്യമായി വളരെ ആ രീതിയിൽ പോകാൻ ശ്രമിക്കുക. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് മുൻപ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതുമുണ്ട്. നമുക്ക് വേഗം ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഒരു സമയത്തിലേക്ക് പോകുന്നു. ഞാൻ ശ്രീലാലിലേക്ക് വളരെ ചുരുക്കത്തിൽ, അതായത് ഇപ്പോഴത്തെ ഏതായാലും ഇതൊരു കൽപ്പിത കഥയാണ്, ഒരു ഉത്തരവാദിത്വമില്ലാത്ത ബേസ്ലെസ് ആയിട്ടുള്ള ഊഹങ്ങളിൽ നിന്ന് രൂപപ്പെട്ട വാർത്തകളായിരുന്നു. അതിനെ രാഷ്ട്രീയമായി പ്രതികരിച്ചൊക്കെ മൂർച്ഛിപ്പിച്ച് നിർത്തുന്ന ഒരു സമീപനം UDF-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒരു വലിയ പൊളിറ്റിക്കലി ഒരു അപ്പർ ഹാൻഡ് കിട്ടും വിധത്തിലേക്ക് ഈ വിവാദം അവസാനിക്കുകയായിരുന്നു. തീർച്ചയായും അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. കാരണം മനോരമ അടക്കം പറഞ്ഞത് രണ്ടില വാടി തണ്ട് തളർന്നു കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് വലിയ പ്രസക്തിയുള്ളൊരു പാർട്ടിയായി കേരള കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ വിവാദം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സംശയമില്ല. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതും. ഇന്നിപ്പോൾ ജോസ് കെ മാണിയുടെ വാക്കുകൾക്ക് ഇത്ര വലിയ പ്രസക്തി കൊണ്ടായതും ആ ഒരു ആഖ്യാനം കൊണ്ട് തന്നെയാണ്. നിജേഷ്, ഇന്നത്തെ മുമ്പ് പറഞ്ഞ പോലെ ചാനലുകളിൽ നിന്ന് രാവിലെ മുതലൊക്കെ കൊടുത്തതാണ് ജോസ് കെ മാണിയുടെ നിർണായക വാർത്താ സമ്മേളനം എന്ന നിലയിൽ അതിന് വലിയ പ്രാമുഖ്യം വന്നു. ആ പാർട്ടിയുടെ ആ നേതാവിൻ്റെയൊക്കെ നിലപാടിന് വലിയ പ്രസക്തി നൽകും വിധത്തിലേക്ക് വിചാരിക്കാത്ത ഒരു ഡയമെൻഷനിലേക്ക് ഈ വാർത്തയും മറ്റും പോവുകയായിരുന്നല്ലോ. UDF ആംഗിളിൽ നോക്കിയാൽ നിങ്ങളെന്ത് പറയും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനാവശ്യമായ എല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കവും UDF കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി പല വാർത്തകളും പുറത്തു വന്നേക്കാം, പല സംഭവങ്ങളും ഉണ്ടായേക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരും. അത് വന്ന സമയം ശരിയായില്ല, വന്ന വേദി ശരിയായില്ല എന്നൊക്കെ പറയും. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനാധിപത്യ പാർട്ടിയിലേക്ക് വരണം. നമ്മുടെ റെജി ലൂക്കോസ് പോയതുപോലെ, അല്ലെങ്കിൽ S രാജേന്ദ്രൻ പോകുന്നത് പോലെ, മറ്റൊരു ഏരിയ സെക്രട്ടറി പോയതുപോലെ BJPക്ക് അകത്തേക്ക് പോവാതെ പരമാവധി മതേതര ബോധമുള്ള ഇടതുപക്ഷക്കാരെ CPM-കാരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ മുഹൂർത്തമൊന്നും നോക്കില്ല, കൊണ്ടുവരാനുള്ള ശ്രമം കൂടി ഞങ്ങൾ നടത്തും. ഒരു സംശയവും വേണ്ട. ജനാധിപത്യ ബോധമുള്ള ഞങ്ങൾ എന്തായാലും ഞങ്ങള് അതെ അതൊക്കെ ലൈറ്റും അവസാനം പോകുന്നവൻ ലൈറ്റും ഫാനും ഓഫ് ആക്കണമെന്ന് പറഞ്ഞിട്ട് റെജി ലൂക്കോസ് ഓടിപ്പോയത് ശരത്ത് കണ്ടിട്ടില്ല. പരസ്പരം അടികൂടി ആളുകളാണ്. തരൂർ ഞങ്ങളുടെ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലെ S രാജേന്ദ്രനും ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങൾ ആ ലൈറ്റും
ലൈറ്റും ഫാനും ഓഫ് ആക്കാൻ ലൈറ്റ് ഓഫ് ചെയ്യും മുമ്പ് തരൂർ എവിടെയാണെന്ന് കൂടി ഒന്ന് പറയണം കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്യും മുമ്പ് തരൂർ എവിടെയാണെന്ന് കൂടി കേരളത്തിലെ ജനങ്ങളോട് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. തരൂർ എവിടെ, റെജി ലൂക്കോസ് എവിടെ? സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഇത് നിങ്ങളെ ഉന്നം വെച്ച് ഒരു നീക്കം നടത്തി, ഒരു കളി നടന്നു. പക്ഷേ യു ഡി എഫിൻ്റെ, താങ്കൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ് ഞാൻ ചോദിക്കുന്നത്, യു ഡി എഫിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള ആത്മവിശ്വാസമില്ലായ്മ ആളുകളെ ബോധ്യപ്പെടുത്താനാണോ ഇത് ഉപകാരപ്പെട്ടത്? നേരത്തെ താങ്കൾ പറഞ്ഞു, നേരത്തെ യു ഡി എഫിൻ്റെ വെർഷനും താങ്കളുടെ മുമ്പിലുണ്ട്. ഇത് അങ്ങനെയാണോ പക്ഷേ വന്നു ഭവിച്ചത് അവസാനം? ഞാനത് ചൂണ്ടിക്കാണിച്ചിരുന്നു. യു ഡി എഫിന് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയം അവർക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരിത്തരം കളികളുമായിട്ട് ഇറങ്ങുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നുകൂടി ബോധ്യമാകാനാണ് ഇപ്പോൾ ഞങ്ങളുടെ പിന്നാലെ വരികയും അതേ തുടർന്ന് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം വലിയ ഒരു വാർത്ത ഉണ്ടാക്കിയെടുത്തതിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഈ കനകോലു കളിയിൽ ഇത് അങ്ങനെ തന്നെ പറയാവുന്ന ഒരു തുറന്ന സ്പേസിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. യു ഡി എഫിന്, വിശേഷിച്ച കോൺഗ്രസിന് ഇതൊരു നഷ്ടക്കച്ചവടമായിരുന്നു, ഈ വിവാദവും അത് സൃഷ്ടിച്ച അതിൻ്റെ ഒരു അനന്തരഫലവും? അല്ല, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതീക്ഷയുടെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ജോസ് കെ മാണി നടത്തിയ വാർത്താ സമ്മേളനം കോൺഗ്രസിനെ പ്രതീക്ഷ നശിപ്പിക്കുന്നതായിരുന്നല്ലോ. ഞാൻ കാണുന്നത് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞതിനകത്ത് അവസാനത്തെ വാചകത്തിൽ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഒതുങ്ങിയിരിപ്പുണ്ട്. ഞങ്ങളുടെ പിന്നാലെ വരികയും അത് വാർത്തയായി വരികയും ചെയ്തു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ പിന്നെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലുമായിട്ട് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ നടത്തിയാൽ വലിയ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത്രയും പറഞ്ഞതുകൊണ്ട് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിങ്ങളുടെ പിന്നാലെ വരികയും എന്ന് പറഞ്ഞ് കുത്തുകുത്തിട്ട് പറഞ്ഞ് നിർത്തിയെടുത്ത് എന്ന് പറയണം എന്നാണ് എബ്രഹാം മാത്യുവും ഓർമ്മിപ്പിക്കുന്നത്. നിജേഷും എന്താണ് ഉദ്ദേശിച്ചത്? ചിലപ്പോൾ അത് ഈ ഒരു സന്ദർഭത്തിൽ അത് പ്രമുഖ നേതാക്കളടക്കം ആഗ്രഹ പ്രകടനങ്ങൾ നടത്തുകയും വാഗ്ദാനങ്ങളുമായി പിന്നാലെ കൂടുകയും ചെയ്തിരുന്നു. ഞങ്ങളതെല്ലാം നിഷ്കരണം തള്ളിക്കളയുകയും ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തത്വാധിഷ്ഠിതമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കാനുണ്ടായത്. അല്ലാതെ ഞങ്ങൾ ആ നിലയിലുള്ള ഒരു ചർച്ചയ്ക്കും മുതിർന്നിട്ടില്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് വളരെ സുവ്യക്തമായി ജോസ് കെ മാണി അത് വിശദീകരിക്കുകയും തൊട്ടു മുമ്പ് റോഷി അഗസ്റ്റിൻ അത് വ്യക്തമാക്കുകയും 12-ാം തീയതി നടന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ സമരത്തിൽ ഞങ്ങൾ 5 MLA-മാരും മുഴുവൻ സമയവും പങ്കെടുക്കുകയും ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലയില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണമായ തെളിവുകളാണല്ലോ. അതുപോലെ തന്നെ ജോസ് കെ മാണി വിദേശത്തായിരുന്നപ്പോൾ പോലും മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് വിളിച്ച് അസൗകര്യം അറിയിച്ചിരുന്നതാണ്. മധ്യമേഖല ജാഥയൊക്കെ LDF എനിക്ക് തോന്നുന്നു സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞ് നിർത്തിയെടുത്ത ആ പ്രധാനപ്പെട്ട പോയിന്റിൽ വെച്ചുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ബാക്കി അതെ, അതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരു കാര്യം കൂടി അത് ഡെവലപ്പ് ചെയ്ത് വരട്ടെ. അതായത് നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു, നിങ്ങളുടെ പാർട്ടി UDF ഉണ്ടാകണം എന്ന നിലയിലൊരു ആഗ്രഹത്തോടെ കോൺഗ്രസ് നേതാക്കൾ നിങ്ങളുടെ സമീപിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ അതിന് വഴങ്ങിയില്ല, ഒരു നിലപാടെന്ന് പറഞ്ഞു. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു വരവുണ്ടായിരുന്നു. അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു. ആടിനെ പട്ടിയാക്കി ശരത്ത് ക്ലോസ് ചെയ്തോ? നിങ്ങളാണ് അതിന്റെ ഉത്തരവാദി. വ്യക്തമാക്കണം. പറഞ്ഞു പറഞ്ഞല്ലോ. ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ UDF കൺവീനർ അടൂർ പ്രകാശും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അടക്കം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതല്ലേ കേരള കോൺഗ്രസ് തിരിച്ചു വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതല്ലേ? മാധ്യമങ്ങളുടെ മുമ്പിൽ വരെ പറഞ്ഞു. ജനാധിപത്യ ചേരിയിലെ പാർട്ടികൾ വരണമെന്ന് പറഞ്ഞു. UDF കൺവീനറും ഒക്കെ വളരെ ശ്രീലാൽ നേരത്തെ പറഞ്ഞു, സ്പെസിഫിക് ആയി പറഞ്ഞു കേരള കോൺഗ്രസ് UDF-ലേക്ക് തിരിച്ചു തരണം, ഞങ്ങൾ ക്ഷണിക്കുന്നു എന്നുള്ള നിലയിലാണ് UDF കൺവീനർ പറഞ്ഞത്. ശ്രീലാലിന് മനസ്സിലായത് എന്താണ്? വാർത്താ സമ്മേളനത്തിൽ വരെ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞ ഈ നേതാക്കൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞതുപോലെ ഈ ആഗ്രഹവുമായി കേരള കോൺഗ്രസിന്റെ പുറകെ പോയിരിക്കാം.
പക്ഷേ ആ പാർട്ടിയുടെ നിലപാട് ക്ലിയർ, അതിന്ന് ജോസ് കെ മാണി പറഞ്ഞു. നേരത്തെ ഇപ്പോൾ ചർച്ചയ്ക്ക് വഴിവെച്ച വാർത്ത എവിടെ നിന്ന് വന്നുവെന്നും വ്യക്തമായല്ലോ. യെസ്, സോഴ്സ് മനസ്സിലായി. ശ്രീ എബ്രഹാം മാത്യു. അല്ല, എനിക്ക് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞ വെളിപ്പെടുത്തലാണ് ഇന്ന് വളരെ പ്രധാനമായിട്ട് തോന്നുന്നത്. അല്ല, ഇനി പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഒരു സാധാരണീകരിച്ച് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ മുന്നണികൾ കക്ഷികളെ ക്ഷണിക്കുന്നതിനകത്തൊരു അസ്വാഭാവികത ഇല്ല. പക്ഷേ അത് ആ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് വെളിപ്പെടുത്തിയാൽ മതി, അത്രേ ഉള്ളൂ. അതെ, അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾ ആ നിലയിൽ ആഗ്രഹിച്ച് സമീപിച്ചു. പക്ഷേ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി, ആ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി ഇന്ന് യാതൊരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇടയില്ലാത്ത വിധം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്, ആ മുന്നണിയുടെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി. മറ്റൊന്നുകൂടി പറഞ്ഞു, തങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് കേരളത്തിൻ്റെ ഭരണം വരിക എന്നതുകൂടി നിൽക്കുക, അപ്പുറത്ത് നിൽക്കുന്നവർ തങ്ങളെ ഓർത്ത് കരയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ വിശദീകരണം. ഇത്തരം വിവാദ മാധ്യമ വാർത്തകൾ, വാസ്തവ വിരുദ്ധമായ പല വാർത്തകളും കോൺഗ്രസ് നേതാക്കൾ അതിനെയൊക്കെ ന്യായീകരിക്കും വിധത്തിലേക്കൊക്കെ സംസാരിച്ച ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ജോസ് കെ മാണി അതേക്കുറിച്ച് പറഞ്ഞത്. ഈ ചർച്ചയിൽ MLA കളത്തുങ്കൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ ആ നിലയിൽ തങ്ങളുടെ പാർട്ടി UDF-ലേക്ക് എത്തണം എന്ന നിലയിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ തങ്ങളില്ല. അതാണ് ഇന്ന് ജോസ് കെ മാണി പറഞ്ഞത്. LDF-ൻ്റെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം എന്നാണ് അദ്ദേഹവും ഇന്ന് ജോസ് കെ മാണിയും വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞത്. അതിൻ്റെയൊക്കെ തന്നെ വിശദാംശങ്ങളാണ് നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇപ്പോൾ കണ്ടത്. വളരെയധികം നന്ദി.